എവിടെയാണോ യെരിഹോവിന്റെ മതിൽ അധികം അടച്ച് ഉറപ്പാക്കുന്നത്, എപ്പോഴാണോ അവന്മാർ അതേ മതിലുകളെ അധികം അടച്ച് ഉറപ്പാക്കുന്നത്, ഉടനെ സ്തോത്രം പറഞ്ഞോളണം, അത് വീഴേണ്ട നേരമായി. സഭ എന്ന് പറയുന്ന മണവാട്ടിയാണ്. ചർച്ചിനെ നീ പേരിന് വേണ്ടി ഉപയോഗിക്കല്ലേ, ചർച്ചിനെ നീ പ്രസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കല്ലേ, ചർച്ചിനെ നീ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഉപയോഗിക്കല്ലേ, ചർച്ചിനെ നീ പണത്തിന് വേണ്ടി ഉപയോഗിക്കല്ലേ. കാരണം ചർച്ച് വൈപ്പാട്ടിയല്ല, ചർച്ച് മണവാട്ടി അത്രേ. ജീവനും സർവസവും നീ മുൻപിൽ അണച്ചു കുമ്പിടുന്നു യേശുവേ നാഥ. ശബ്ദമുയർത്തി അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസവും നീ മുൻപിൽ അണച്ചു കുമ്പിടുന്നു. പവനാത്മാവേ പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. കരങ്ങളെ ഉയർത്തി പറഞ്ഞേ ജീവനും എൻ്റെ സർവസവും നീ മുൻപിൽ അണച്ചു കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസവും നീ മുൻപിൽ അണച്ചു കുമ്പിടുന്നു. ഇരു കരങ്ങളെ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിച്ചത്. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു ആരംഭം ഇന്ന് രാത്രി അങ്ങ് നൽകി. അടുത്ത ദിവസങ്ങളിൽ കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, മഹത്വത്തിന് മഹത്വത്തിലേക്ക് വലിയൊരു ഉണർവിൻ്റെ മുന്നേറ്റമാക്കി ഈ യോഗത്തെ ഇവിടുന്ന് മാറ്റും. അതിലേക്കായി ഇന്ന് രാത്രി അങ്ങ് സ്വർഗം ചായ്ച്ച് ഞങ്ങളുടെ മധ്യത്തിൽ ആഗതനായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാൻ ഞങ്ങളുടെ മധ്യത്തിൽ ചലിച്ചാട്ടെ, സംസാരിച്ചാട്ടെ. വചനം ശോഭിക്കാതെ ഹൃദയ കണ്ണുകളെ കുരുടാക്കുന്ന ഈ ലോകത്തിലെ ദൈവമായ സാത്താന്റെ സകല ക്രിയകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്നു. ഈ പ്രദേശങ്ങളിൽ വ്യാപരിക്കുന്ന സകല ഇരുളിന്റെ വ്യാപാരങ്ങളെ ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ പുത്രനായ നസറേയ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചവയുടെ മേൽ ജയമെടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആ ദൈവിക സ്വാതന്ത്ര്യവും വിടുതലും ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കഴിയുമെങ്കിൽ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 38 മുതൽ 42 വരെ. I see some non-Malayali faces under
this Shamiana. Turn your attention to Gospel of St. John, chapter 19. Take your Bible, please. Gospel of St. John, chapter 19, verses 38 to 42. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് വായിക്കാം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസേഫ് എന്ന യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയിൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്ത് ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് നിക്കോദിമോസും ഏകദേശം 400 റാത്തൽ മോറും അകിലവും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടെ ശീല പൊതിഞ്ഞ് കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വച്ചു. 38-39 വാക്യങ്ങളിലെ ചില പദങ്ങൾ കൂടെ വായിക്കട്ടെ. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസേഫ്. രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന ആരാണ്? അരിമത്യയിലെ യോസേഫ്. 39-ാം വാക്യം. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദീമോസ്. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദീമോസ്. നാം കേൾക്കുന്ന ഈ ചെറിയ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ദ സീക്രട്ട് ഡിസൈപ്പിൾസ്, രഹസ്യ ശിഷ്യന്മാർ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ് രഹസ്യ ശിഷ്യന്മാർ? ദയവായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്നാണ്ട് ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഈ അന്തരീക്ഷത്തിനായി, ഈ ക്യാമ്പസിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം കാലാകാലങ്ങളിൽ നമ്മെ രക്ഷിച്ച് ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മെ നടത്തി തൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുന്നു. തൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുന്നു എന്നത് ഞാൻ അണ്ടർലൈൻ ചെയ്യുകയാണ്. ദൈവം നമ്മെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. മനുഷ്യൻ നമ്മെ ഉപയോഗിച്ച് ഒരു പേപ്പർ ഗ്ലാസ് പോലെ ചിലപ്പോൾ കളയാം. മനുഷ്യൻ നമ്മെ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതമാണ്, മഹത്തരമാണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ ഉപയോഗിച്ച് അപമാനിക്കും, ദൈവം ഉപയോഗിച്ച് മാനിക്കും. ആമേൻ. അതുകൊണ്ട് ദൈവം മാത്രം ഈ കൊച്ചു ജീവിതത്തിൽ, ഈ തലമുറയിൽ നമ്മെ ഓരോരുത്തരെയും ദൈവകൃപയാൽ ഉപയോഗിക്കുമാറാകട്ടെ. മേ ബി നിങ്ങൾ സൺഡേ സ്കൂളിലായിരിക്കാം, CAയിലായിരിക്കാം, കൊയറിലായിരിക്കാം, ചർച്ചിൻ്റെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ശുശ്രൂഷകളായിരിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുമാറാകട്ടെ. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി പരസ്യ ശിഷ്യന്മാരെയല്ല കർത്താവ് ഉപയോഗിച്ചത്, പകരം രഹസ്യ ശിഷ്യന്മാരെ. യേശു കർത്താവ് തിരഞ്ഞെടുത്തതായ 12 മണിക്കൂർ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത 12 ഏണിയിൽ പല നിലവാരത്തിൽ കർത്താവ് തിരഞ്ഞെടുത്തതായ പല ശുശ്രൂഷകന്മാർ, പല അപ്പോസ്തലന്മാർ. എന്നാൽ ആ പരസ്യ ശിഷ്യന്മാർ ആ ക്രൂശീകരണവുമായ ബന്ധത്തിൽ, ആ ക്രൈസിസ് ടൈമിൽ, ആ പ്രതിസന്ധിയിൽ പരാജയപ്പെട്ടു. ഒരിക്കൽ കൂടെ, പ്രതിസന്ധിയിൽ പരസ്യ ശിഷ്യന്മാർ പരാജയപ്പെട്ടു. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം, നിങ്ങളുടെ തീക്ഷ്ണത അറിയുന്നത് നിങ്ങൾക്കെല്ലാം അനുകൂലമുള്ളപ്പോൾ അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കടന്നു വരുമ്പോഴാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യോർദാൻ കടക്കേണ്ട അവസ്ഥ ഇസ്രായേലിന് കടന്നു വന്നു. ആ യോർദാൻ കടന്നു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് യവൻ്റെ മേൽ പെട്ടകമുണ്ടോ. പെട്ടകം ഉണ്ടെങ്കിൽ യോർദാൻ വിഭാഗിക്കപ്പെടും. ഒരിക്കൽ കൂടെ, പെട്ടകം ഉണ്ടെങ്കിൽ യോർദാൻ വിഭാഗിക്കപ്പെട്ട് അവൻ വാഗ്ദത്തത്തിൽ കയറും. ഇല്ല, പെട്ടകമില്ലെങ്കിൽ യവൻ പെട്ടിയിലാകും. അപ്പം രണ്ടിലൊന്ന് സംഭവിക്കും. ഒന്നുകിൽ നമ്മൾ പ്രതിസന്ധിയിൽ തീർന്നു പോകും, ഇല്ലെങ്കിൽ പ്രതിസന്ധിയിൽ നമ്മൾ അതിജീവിക്കും. സോ ക്രൈസിസുകളാണ് പല സമയത്ത്, പല സ്തോത്രം തിന്മകളാണ്, വെല്ലുവിളികളാണ് നമ്മൾ ആരെന്ന് തെളിയിക്കുന്നത്. പരസ്യ ശിഷ്യന്മാർ സ്തോത്രം ക്രൂശീകരണം കടന്നു വന്നപ്പോൾ അനേകർ ഓടിപ്പോയി. യോഹന്നാൻ മാത്രമായിരുന്നു ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നത്. ബാക്കിയുള്ള എല്ലാവരും ഇടറിപ്പോയി. ഒരാൾ തള്ളിപ്പറഞ്ഞു, മറ്റൊരാൾ കാണിച്ചു കൊടുത്തു. പക്ഷേ തള്ളിപ്പറഞ്ഞവരുടെ നടുവിൽ, കാണിച്ചു കൊടുത്തവരുടെ നടുവിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചത് പരസ്യത്തിന് വേണ്ടി നിന്നതായ വ്യക്തികളല്ല. ശ്രദ്ധിക്കുക,
ഈ തലമുറയിൽ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ വളരെ ദൈവഭയത്തോടെ പറയട്ടെ, പരസ്യത്തിൽ നിന്നാൽ നമ്മൾ പരസ്യഘോലമായി പോകും. പക്ഷെ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുമാറാകട്ടെ. അതിനുവേണ്ടി 2 പേരെ ദൈവമായ കർത്താവ് ഉപയോഗിച്ചതായി വേദപുസ്തകം പറയുന്നു. അതേ അരിമത്യയിലെ യോസേഫും നിക്കോദീമോസും. ആദ്യം നിക്കോദീമോസിനെ കുറിച്ച് പറയാം. 3 വേദഭാഗങ്ങളാണ് യോഹന്നാൻ സുവിശേഷത്തിൽ നിക്കോദീമോസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ മധ്യത്തിൽ, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ കടശിയിൽ. അങ്ങനെ 3 വേദഭാഗങ്ങളാണ് സീക്രട്ട് ഡിസൈപ്പിൾസ്, രഹസ്യ ശിഷ്യരായിരിക്കുന്നതായ അതേ നിക്കോദീമോസിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. നിക്കോദീമോസിനെ നമുക്കൊന്ന് പരിചയപ്പെടുവാൻ തോന്നിയാൽ 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു വളരെ കൃത്യവും വ്യക്തമായി ആരാണ് നിക്കോദീമോസ്, അവന് എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് നോക്കിയാട്ടെ. അവിടെ 1-ാമതായി നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് നിക്കോദീമോസ് എന്ന് പറയുന്നവൻ അവനൊരു പരീശൻ ആയിരുന്നു. ഒരിക്കൽ കൂടെ, നിക്കോദീമോസ് എന്ന് പറയുന്ന ആ വ്യക്തി അവൻ ആരാണ്? പരീശന്മാരുടെ കൂട്ടത്ത് യഹൂദന്മാരുടെ ഒരു പ്രമാണി. 1-ാമത് അവനൊരു പരീശനാണ്. ഈ പഞ്ചായത്തിൽ ആരും സ്തോത്രം പറയത്തില്ലയോ? ഒരിക്കൽ കൂടെ. ഓക്കെ, അപ്പോൾ നോക്കണമേ, സ്തോത്രം. അതെ, പരീശന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നിക്കോദീമോസ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ഉലാവുന്നതായ സമയത്ത് യെരൂശലേം പട്ടണത്തിനകത്തും പുറത്തുമായി ആൾമോസ്റ്റ് 6000-ഓളം പരീശന്മാരാണ് ഉണ്ടായിരുന്നത്. ആ 6000 പരീശന്മാരിൽ ഒരുവനായിരുന്നു ഈ നിക്കോദീമോസ്. വേഷം കണ്ടാൽ തന്നെ ആ പരീശനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവന് വേഷമുണ്ട്, പക്ഷേ ശക്തി അവൻ അല്പം പോലുമില്ല. അവന് ദൈവത്തിൻ്റെ വചനമറിയാം, വചനമുണ്ടെന്ന് അവൻ അഭിമാനിക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയോട് അവൻ അത്യന്തം എതിർത്ത് നിൽക്കുന്നവനാണ് പരീശൻ. ദിവസം സ്തോത്രം, അതെ, 3 നേരം അവൻ പ്രാർത്ഥിക്കും. ആഴ്ചയിൽ 2 ദിവസം അവൻ ഉപവസിക്കും. വേഷം കൊണ്ട് അവൻ ആത്മീയനാണ്, ദൈവശക്തിയോട് അവൻ എതിർത്ത് നിൽക്കുന്നവനാണ്. ഇന്നും അങ്ങനെ ഉള്ളവരെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. വേഷം കൊണ്ട് ആത്മീയരാണ്, പക്ഷേ നിങ്ങളെ യഥാർത്ഥ ആത്മീയരാണ് എങ്കിൽ അത് വാക്കിനാലല്ല, അത് ശക്തിയാൽ തന്നെ വെളിപ്പെട്ട് വരട്ടെ. കാരണം ദൈവത്തിൻ്റെ വചനം അത് വചനത്തിൽ, ശബ്ദത്തിൽ മാത്രമല്ല, അത് ശക്തിയിലെന്ന് തിരുവചനം പറയുന്നു. സോ നമ്പർ 1, അവനൊരു പരീശനാണ്. 6000 പരീശന്മാരുടെ നടുവിൽ സ്തോത്രം ഇവനൊരു പരീശനാണ്. 2-ാമത് വേദപുസ്തകം പറയുന്നു സ്തോത്രം യഹൂദന്മാരുടെ ഒരു പ്രമാണിയാണ്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ഹി വാസ് എ റൂളർ. ആ റൂളർ എന്ന് പറഞ്ഞാൽ, പ്രമാണി എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർക്കൊരു സുപ്രീം കോടതിയുണ്ട്, അതിൻ്റെ പേരാണ് സെൻഹദ്രീൻ സംഘമാണ് സ്തോത്രം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നത്. സെൻഹദ്രീൻ സംഘമാണ് ഈവൻ കർത്താവിനെ തന്നെ അതേ ക്രൂശിപ്പാനായി സ്തോത്രം അതേ ഓർഡർ കൊടുത്തത്. അങ്ങനെ സമൂഹത്തെ തന്നെ ഏറ്റവും അത്യധികമായി നിയന്ത്രിക്കുന്നതായ സെൻഹദ്രീൻ സംഘം. ആ സെൻഹദ്രീൻ സംഘത്തിൽ 71 പേരാണ് ഉള്ളത്. അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് ആ വർഷത്തെ മഹാപുരോഹിതനാണ്. സോ കർത്താവിൻ്റെ കാലത്ത് അന്ന് അധ്യക്ഷനായിരുന്നത് അത് കയ്യഫാവായി ആയിരുന്നു. ആ സെൻഹദ്രീൻ സംഘത്തിൻ്റെ 71 പേരുടെ ആ സെൻഹദ്രീൻ സംഘത്തിൽ പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആത്മീയമായ പരിവേഷം നിക്കോദീമോസിനുണ്ട്. മാത്രമല്ല സ്തോത്രം ഇസ്രായേൽ ദേശത്തിൻ്റെ ഒരു പദവി കൂടെ തനിക്കുണ്ട്. താങ്ക് യു. ഇസ്രായേൽ ദേശത്തിൽ ഒരു സ്തോത്രം ഉന്നതമായ പദവി കൂടെ ഈ നിക്കോദീമോസിനുണ്ട്. 3-ാമതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് 3-ാം അധ്യായം തന്നെ 10-ാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് തന്നോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇന്ന് ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവാണ്. ദ നേഷൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ രാജ്യത്തിൻ്റെ തന്നെ അവനൊരു അധ്യാപകനാണ്, ഒരു പ്രാസംഗികനാണ്. ഡിസ്ട്രിക്ട് കോൺഫറൻസുകളൊക്കെ കടന്നു വരുമ്പോൾ എങ്ങനെയാണോ സ്തോത്രം ടീച്ചർ സാമുൽ സാർ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാർ എഴുന്നേറ്റെന്ന് പ്രസംഗിക്കുന്നത് പോലെ അക്കാലത്ത് പ്രോമിനന്റ് പ്രീച്ചേഴ്സിന്റെ നടുവിൽ ആരുണ്ട്? നിക്കോദീമോസ് ഉണ്ട്. സോ രാജ്യത്തിൽ അവൻ മുഴുവൻ പ്രസിദ്ധനാണ്. ദൈവജനത്തിന്റെ നടുവിൽ അവൻ എഴുന്നേറ്റെന്ന് ദൈവവചനം പറയുന്നവനാണ്. എത്ര മഹനീയമായ പദവിയാണ്, എത്ര ഉന്നതമായ സ്ഥാനത്താണ് നിക്കോദീമോസ് ആയിരിക്കുന്നത്. അവൻ പരീശനാണ്, അവൻ സെൻഹദ്രീൻ സംഘത്തിൻ്റെ അംഗമാണ്. അവൻ ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ ഒരു ഗ്രാമത്തിൻ്റെയോ അല്ല, പകരം അവൻ
അവൻ രാജ്യം പറയട്ടെ. മാത്രമല്ല സ്തോത്രം നിക്കോദിമോസിനെ കുറിച്ച് പറയുന്നു, ഗമാലിയന്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനം പഠിച്ചവനായിരുന്നു ഈ നിക്കോദിമോസ്. ഗമാലിയന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചതാണ് അതെ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ. നിങ്ങൾക്കറിയാം സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ അതെ ഗമാലിയന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചതാണ്. ഇന്ന് ഓക്സ്ഫോർഡില്, കേംബ്രിഡ്ജില്, സ്റ്റാൻഫോർഡില് ഉന്നതമായ ലോകത്തിലെ ഏറ്റവും ഔന്നിത്യമുള്ളതായ ഏറ്റവും പ്രസിദ്ധമായ ഡിഗ്രികൾ ഏതോ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കരസ്ഥമാക്കുന്നത് പോലെ, വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് പോലെയുള്ളതായ ക്രമത്തിൽ ഗമാലിയന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉന്നത വിദ്യാഭ്യാസമുള്ളവനായിരുന്നു ആര്? ഈ സ്തോത്രം നിക്കോദിമോസ്. അഞ്ചാമതായി എനിക്ക് പറയാനുള്ളത്, അത് ആ പ്രദേശത്തുള്ളിക്ക് പണത്തിന് പണമുണ്ട്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസമുണ്ട്, അതേ ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയുണ്ട്, സ്തോത്രം അതേ സ്ഥാനമെങ്കിൽ സ്ഥാനമുണ്ട്, ആത്മീയ പരിവേഷമുണ്ടെങ്കിൽ പരിവേഷമുണ്ട്. ആര് സ്തോത്രം പറയാത്തതിനോട് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, അദ്ദേഹം ഒരു പരീശനാണ്, സെൻഹദ്രീൻ സംഘത്തിലെ അംഗമാണ്. അദ്ദേഹം ഒരു പരീശനാണ്, താൻ സെൻഹദ്രീൻ സംഘത്തിലെ അംഗമാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് സ്തോത്രം താന് അതെ സ്തോത്രം ആ ഇസ്രായേൽ ദേശത്തിൻ്റെ തന്നെ ആരാണ്? ഇസ്രായേൽ ദേശത്തിൻ്റെ തന്നെ ഒരു പ്രാസംഗികനാണ്. മാത്രമല്ല ഉന്നതമായ വിദ്യാഭ്യാസമുള്ളതായ ഒരു വ്യക്തിയാണ്, വലിയ ധനികനാണ്. ഒരിക്കലും പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് പറയുന്ന ക്രമത്തിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിക്കോദിമോസ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ പട്ടണത്തിൻ്റെ ഒരു ഓരത്ത് ചേർന്ന് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവരൊന്നും രക്ഷിക്കപ്പെടത്തില്ലെന്നേ, അവരാരും സ്നാനപ്പെടത്തില്ലെങ്കിലും പറയുന്നുവെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവ് നിന്റെ കയ്യിൽ ഈ കാലഘട്ടത്തിൽ ഒരു വലയും ഒരു ചൂണ്ടലും ഏൽപ്പിച്ച് പിടികിട്ട പുള്ളികളെ പിടിക്കുവാനായി ദൈവം തന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കാരണം യേശുവിന് ആരെയും ഉപയോഗിക്കാൻ തക്കണം കഴിയും, കർത്താവിന് ആരെയും ഉപയോഗിക്കാൻ തക്കണം കഴിയും, യേശു കർത്താവിന് ആരെയും സ്പർശിപ്പാൻ തക്കണം കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ വലിയ പരീശൻ സെൻഹദ്രീൻ സംഘത്തിന് അംഗം, ഇസ്രായേൽ ദേശത്തിൻ്റെ തന്നെ പ്രാസംഗികൻ, വലിയ ധനവാൻ, വലിയ വിദ്യാഭ്യാസമുള്ളവൻ, യവനെങ്ങനെയാ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നത്? അതാണ് സ്തോത്രം കർത്താവിൻ്റെ അതേ സാന്നിധ്യം, ശക്തി എന്ന് പറയുന്നത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന് നിൽപ്പാൻ കഴിയത്തില്ല എന്ന പോലെ രണ്ടാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ യെരൂശലേം പട്ടണത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ഇതാ കടന്നു വരികയാണ്. സ്തോത്രം മതത്തിൻ്റെ അതേ ഏറ്റവും ഹബ്ബായിരിക്കുന്ന, മതത്തിൻ്റെ ഹെഡ് ക്വാർട്ടർ ആയിരിക്കുന്ന യെരൂശലേം പട്ടണത്തിൽ യേശു കർത്താവ് കടന്നു വരികയാണ്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായി കർത്താവ് ആ പട്ടണത്തിൽ കടന്നു വന്ന് സംസാരിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ യേശുവിൻ്റെ വചനത്തിന് മുൻപിൽ ഭൂതങ്ങൾ നിശ്ചയം അലറിക്കാണും, കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെട്ടു, മുടന്തൻ മാനിനെ പോലെ ചാടി. യേശു മനസ്സറിഞ്ഞു, കുഷ്ഠരോഗിയെ തൊട്ടു. കുഷ്ഠം യേശുവിൻ്റെ മേൽ തിരിച്ചടിച്ചില്ല, കാരണം ഇത് തിരിച്ചടി പുസ്തകമല്ല. ആരെങ്കിലും ആമേൻ പറഞ്ഞേ. യേശു മനസ്സറിഞ്ഞു കുഷ്ഠരോഗിയെ തൊട്ടു, കുഷ്ഠരോഗം അവനിൽ നിന്ന് വിട്ടുപോയി. ജനം അതിശയിച്ചു, എന്തൊരു അത്ഭുതമാണ്, എന്തൊരു വചനമാണ്, എന്തൊരു അധികാരമാണ്, എന്തൊരു ശക്തിയാണ്. മോശയുടെ കാലത്ത് കേട്ടിട്ടില്ലാത്തത്, എലിയാവിൻ്റെ കാലത്ത് ചിന്തിപ്പാൻ കഴിയാത്തത്, എലീശായുടെ കാലത്ത് ആരും പറഞ്ഞു കേൾവിയില്ലാത്തത് ഇതാ യേശുവിൻ്റെ മുൻപിൽ അഥവാ മെശിഹായുടെ മുൻപിൽ സംഭവിക്കുന്നു. ആ പട്ടണം ഇമ്പാക്ട് ചെയ്യുകയാണ്, ആ പട്ടണം ദൈവശക്തിയാൽ അദ്ദേഹം നിറയപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വേദിയിലായിരിക്കുന്ന അപ്പോസ്തലന്മാർ ഉൾപ്പെടെ ഉള്ളവരെ നോക്കി ഈ പട്ടണത്തെ ഇമ്പാക്ട് ചെയ്യുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മന്ത്രവാദികളെ മിണ്ടാതാക്കി ആ വിചാരകന്മാരെ മാറ്റി നിർത്തി സൈന്യത്തിനും ശക്തിക്കും കഴിയാത്തത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചെയ്യുവാൻ തക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ ദേശത്തെ ഇമ്പാക്ട് ചെയ്യുവാൻ, ദേശത്തെ സ്വാധീനിക്കാൻ, വായു തുറന്ന് സ്തോത്രം പറഞ്ഞേ, ദേശത്തെ സ്വാധീനിക്കുവാൻ, ദേശത്തെ സ്വാധീനിക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. സഭ ലോകത്താൽ അല്ല ഇനിമേലാൽ സ്വാധീനിക്കപ്പെടുന്നത്, പകരം സഭ സടകുടഞ്ഞ് എഴുന്നേറ്റത് ദേശത്തെ സ്വാധീനിക്കുവാൻ ദൈവത്തിന് കൃപ സഭയിൽ വെളിപ്പെടുമാറാകട്ടെ. രണ്ടാം അധ്യായത്തിൽ അതിശക്തമായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ സംഭവിക്കുമ്പോൾ സ്തോത്രം ഇതാ മൂന്നാം അധ്യായമാകുന്നതായ സമയത്ത് ഒരു സന്ധ്യാസമയം കഴിഞ്ഞിരിക്കുന്നു, രാത്രിയായി, ഭക്ഷണമെല്ലാം കഴിഞ്ഞ് 12 ശിഷ്യന്മാർ അല്പം വിശ്രമിക്കാമെന്ന് മാറ്റിയിരിക്കുമ്പോൾ യേശു കർത്താവ് വിശ്രമിക്കുന്നില്ല. കർത്താവ് സ്തോത്രം ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ യേശു ഇരിക്കുകയാണ്.
കാരണം യേശുവിനെ അറിയാം ആരോ വരുന്നുണ്ട്, തന്നെ വരുന്നുണ്ടെന്ന്. കർത്താവിന് ഒന്നും യാദൃച്ഛികമല്ല. There is no coincidence or accident before God. യേശു കർത്താവിനെ അറിയാം ഒരുവൻ എന്നെ തേടി വരുന്നുണ്ട്. സ്തോത്രം. അപ്പോഴിതാ ചന്ദ്രൻ സ്തോത്രം പ്രകാശത്തിൽ നിൽക്കുന്ന സന്ധ്യാസമയത്ത്, ഞാൻ ആവർത്തിക്കുന്നു, ചന്ദ്രൻ പ്രകാശത്തിൽ നിൽക്കുന്ന സന്ധ്യാസമയത്ത് തലയിലൂടെ മുണ്ടക്ക് മൂടി, തലയിലൂടെ ഒരു വസ്ത്രമൊക്കെ ഇട്ട് തന്നെ ആരും തിരിച്ചറിയല്ലെന്ന് പറഞ്ഞ് ചന്ദ്രന്റെ പ്രകാശത്തിൽ ഒരാൾ വന്നു കയറി. യേശുവിനെ കാണാമോ? എൻ്റെ പേര് നിക്കോദീമോസ് എന്ന് ഫിലിപ്പോസിനോടോ വേറെ ആരോടോ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്നു പറഞ്ഞു, സ്തോത്രം, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. യേശു തിരിച്ചു ചോദിച്ചു കാണും, ഞാൻ എൻ്റെ ചിന്തയാ, യേശു തിരിച്ചു ചോദിച്ചു കാണും, നിക്കോദീമോസ് അല്ലേ വന്നിരിക്കുന്നത്? സ്തോത്രം. കാരണം യേശുവിന് ഇന്നലെ മാത്രമല്ല, ഇന്ന് മാത്രമല്ല, അവനെ നാളെയും വളരെ നന്നായി അറിയുന്നവനാണ്. സ്തോത്രം. ചന്ദ്രന്റെ പ്രകാശത്തിൽ നിക്കോദീമോസ് യേശുവിന്റെ മുൻപിൽ വന്നിരുന്നു. ഗമാലിയേൽ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് വചനം കേട്ടവനാണ്. സ്തോത്രം. ഈ നിക്കോദീമോസ് സെൻഹദരീൻ സംഘത്തിൽ നൂറുകണക്കിന് പ്രാവശ്യം ഇരുന്നിട്ടുള്ളതായ മനുഷ്യനാണ്. വലിയ ധനവാനാണ്, വലിയ പദവിയുള്ളവനാണ്, അധികാരം കൈകാര്യം ചെയ്തവനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്. നിസ്സാര പുള്ളിയല്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, ഉന്നതന്മാർ, സാധാ പാർശ്വർക്ക് തൊടുവാൻ കഴിയാത്ത കുടുംബങ്ങൾ, തറവാടുകൾ ഈ ദിവസങ്ങളിൽ സ്പർശിക്കപ്പെടുവാൻ പോകുന്നു. വിശ്വാസമുള്ളവർ സ്തോത്രം പറഞ്ഞേ. സാധാ പാർശ്വർക്ക് തൊടുവാൻ കഴിയാത്തതായ തറവാടുകൾ സ്നാനപ്പെട്ട ദൈവസഭയിൽ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. ശുശ്രൂഷകളെ, മുഖഛായകളെ ദൈവം ഈ കാലഘട്ടത്തിൽ മാറ്റുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ പാദപീഠത്തിൽ ഇതാ നിക്കോദീമോസ് വന്നിരിക്കുകയാണ്. നിക്കോദീമോസ് വന്നിരുന്ന് യേശുവിനോട് വായു തുറന്ന് ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞു. സ്തോത്രം. എന്തായിരിക്കും യേശു കർത്താവ് പറഞ്ഞതായ വചനം? സ്തോത്രം. അബ്രഹാമിന്റെ യാഗമാണോ? സുമോശയുടെ സമാഗമന കൂടാരമാണോ? എലിയാവിന്റെ തീയാണോ? എലിശായുടെ പുതപ്പാണോ? പഴയ നിയമത്തിന്റെ ഏത് ഭാഗമായിരിക്കും പറഞ്ഞത്? കാരണം വന്നിരിക്കുന്നത് നിസാര പുള്ളിയല്ല. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള സകല പേജസും, ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള സകല കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഒരു പരീശൻ പോരെങ്കിൽ ഇസ്രായേലിന്റെ പ്രാസിംഗനാണ് വന്നിരിക്കുന്നത്. ഏത് ഭാഗം എവിടെ തൊട്ടാലും അതിന്റെ ബാക്കി പറവാൻ കഴിവുള്ളവനാണ് നിക്കോദീമോസ്. എന്നാൽ യേശു കർത്താവ് ആധരം തുറന്ന് വചനം പറഞ്ഞു. യേശു പറഞ്ഞത് ഏത് വചനമെന്നറിയോ? വീട്ടിൽ പോയി വായിച്ചു നോക്ക്. എസെക്കേൽ 37 കർത്താവ് പറഞ്ഞത്. എസെക്കേൽ 37 അസ്ഥിത്താഴ്വരയാണ് കർത്താവ് പറഞ്ഞത്. അവിടെ ചലിക്കുന്നതായ സ്തോത്രം വെള്ളവും അതേ ആത്മാവും അതേ കാറ്റും ഇതെല്ലാം എസെക്കേൽ 37 കിടക്കുന്നത്. വിവരിപ്പാൻ എനിക്ക് നേരമില്ല. സ്തോത്രം. എസെക്കേൽ 37 ആയിരുന്നു യേശു കർത്താവ് അതേ നിക്കോദീമോസിനോട് സംസാരിച്ചതായ വിഷയം. അർത്ഥം ഇതാണ്, അസ്ഥിത്താഴ്വര. യേശു കർത്താവ് യെരൂശലേം പട്ടണത്തിൽ നോക്കിയപ്പോൾ കർത്താവ് കണ്ടത് മഹത്വം നഷ്ടപ്പെട്ട, ദൈവകൃപ അന്യപ്പെട്ടതായ ഒരു അസ്ഥിത്താഴ്വര. എന്നാൽ അതിൻ്റെ നടുവിലാണ് കർത്താവ് ഇറങ്ങി നിൽക്കുന്നത്. ദൈവപൈതലേ, ഒരിടത്തും ഉണർവില്ലാതെ, ഒരിടത്തും ആത്മീയ ചലനമില്ലാതെ, സുവിശേഷീകരണം നഷ്ടപ്പെട്ട് ഇഖാബോധായി ദൈവത്തിന്റെ ജനം ഈ ദിവസങ്ങൾ മൂല്യച്യുതിയിൽ ജീവിക്കുന്നെങ്കിൽ ഒരു ഇമ്മാനുവേലിന്റെ സാന്നിധ്യം തിരികെ കൊണ്ടുവരുവാൻ ദൈവം നിന്നെ നിയോഗിക്കുകയാണ്. മനസ്സിലാക്കുന്നവർ ശബ്ദം ഉയർത്തി ശക്തിയോടെ ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചെങ്കിൽ കൊള്ളാം. യേശു മംഗലേക്ക് നോക്കി. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല യേശു എന്നെയും നിന്നെയും നോക്കുന്നത്. മനുഷ്യൻ പുറമെയുള്ള പത്രാസും പരിപാടികളും ഒക്കെ നോക്കും, പക്ഷേ മനുഷ്യൻ മുഖത്തെ കാണുന്നു. ഇന്ന് രാത്രിയിലും സർവശക്തനായ കർത്താവ് അഗ്നിജ്വാലക്ക കണ്ണോട് കൂടി നിന്റെയും എൻ്റെ ഹൃദയത്തെ കാണുന്നു. നിക്കോദീമോസേ, നീ പരീശനായിരിക്കാം, നീ സെൻഹദരീൻ സംഘത്തിലെ വലിയ അധികാരിയായിരിക്കാം, നീ ഇസ്രായേൽ രാജ്യത്തിൻ്റെ അതേ പ്രഭാഷകനായിരിക്കാം, നീ വലിയ ധനവാനായിരിക്കാം, യു ആർ ആൻ ഇന്റലക്ച്വൽ മാൻ, നീ വലിയ വിദ്യാഭ്യാസമുള്ളവനായിരിക്കാം. പക്ഷേ യേശുവിനെ പറവാനുള്ള യേശു കർത്താവ് കണ്ടപ്പോൾ, യേശു കർത്താവ് നോക്കിയപ്പോൾ കണ്ടത് അവൻ്റെ വലിയ സ്തോത്രം പദവിയോ അവൻ്റെ ബുദ്ധിയോ അവൻ്റെ സാമർഥ്യമോ പണമോ സ്ഥാനമോ മാനമോ അല്ല. നീ ഒരു ഉണങ്ങിയ അസ്ഥി പഞ്ചരമാണ്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഉരിയാക്കോട് ദേശത്തിന്റെ വീടുകളിലിരുന്ന് ശ്രദ്ധിക്കുന്നവർ കേൾക്കട്ടെ. നിങ്ങൾക്ക് വലിയ പള്ളി ഉണ്ടായിരിക്കാം, പാരമ്പര്യമുണ്ടായിരിക്കാം, പദവികൾ ഉണ്ടായിരിക്കാം, സ്ഥാനമുണ്ടായിരിക്കാം, കോടികളുടെ സമ്പാദ്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ ഒരു അസ്ഥി കർഷണമാണ്. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയത്തില്ല.
വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയത്തില്ല. അമ്മ മറിയ നിനക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചില്ല, നീ സ്വർഗരാജ്യത്തിൽ എത്താൻ. വിശുദ്ധന്മാരാരും മരിച്ചില്ല, ഒരു മെത്രാച്ചൻ മരിച്ചില്ല, ഒരു പാസ്റ്റർ മരിച്ചില്ല, പ്രവാചകൻ മരിച്ചില്ല, ഒരു പ്രസ്ഥാനം നിനക്ക് വേണ്ടി മരിച്ചില്ല. അവർക്കാർക്കും തന്നെ നിന്നെ സ്വർഗത്തിൽ എത്തിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്ക്, 2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തു കൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവനായ ദൈവത്തിന്റെ പുത്രനായ യേശു വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു. യേശു നിനക്ക് വേണ്ടി മരിച്ചു. ഒരിക്കൽ കൂടെ യേശു നിനക്ക് വേണ്ടി മരിച്ചു. ആരോ യേശുവിനെ കൊന്നതല്ല. നരകത്തിൽ ഒരു പിശാചിന്, ഒരു യഹൂദ മതത്തിന്, ഒരു റോമൻ പടയാളിക്ക് ആർക്കും തന്നെ യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. ആരോ യേശുവിനെ കൊന്നതല്ല, പകരം കർത്താവായ യേശു നിനക്ക് വേണ്ടി മരിച്ചതത്രേ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കലിരുന്ന വചനം കേട്ടു. എൻ്റെ തമ്പുരാനെ, ഇതൊന്തൊരു വചനമാണ്. ഗമാലിയേൽ വചനം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 6000-ലധികം സ്തോത്രം പരീശന്മാരിൽ പലർ വചനം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെയല്ല ഇവൻ്റെ ശബ്ദം, മറ്റുള്ളവർ പറഞ്ഞതുപോലെയല്ല ഇവരുടെ വചനം. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിക്കോദിമോസിനോട് പറഞ്ഞേനെ, ഗമാലിയേലിന് വചനം അറിയാം, നിക്കോദിമോസേ നിനക്ക് വചനം അറിയാം, പരീശന്മാർക്ക് വചനം അറിയാം. എന്നാൽ യവൻ വചനം അറിയാമെന്ന് പറയുന്നവനല്ല, യവനാണ് വചനം. യവനാണ് വചനം, യവനാണ് വചനം, യവനാണ് വചനം. ഓ സ്തോത്രം. അതേ കാദേശ് മരുവിനെ നടക്കുന്ന ശബ്ദം, മാൻകുട്ടികളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, ഹല്ലേലൂയ. ശബ്ദത്തിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലും പ്രിയ സഹോദരി സഹോദരന്മാരെ, God's word never return void, it will accomplish the purpose of God. ദൈവത്തിന്റെ വചനം ഒരിക്കലും വൃഥാവായി മടങ്ങി വരത്തില്ല. അതയച്ച കാര്യം ദൈവകൃപയാൽ നിവർത്തിക്ക തന്നെ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി വചന ശുശ്രൂഷയുടെ മുമ്പിൽ ബന്ധനങ്ങൾ തകർക്കപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി വചന ശുശ്രൂഷയിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മാറും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ഈ വചന ശുശ്രൂഷയെങ്കിൽ ഹല്ലേലൂയ, കെട്ടുകൾ, അറിയാത്ത പ്രശ്നങ്ങൾ, കുരുക്കുകൾ യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടും. കാരണം സ്തോത്രം, വചനത്തിന് ശക്തിയുണ്ട്. വചനം തീയാണ്, വചനം ചുറ്റികയാണ്. വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. യേശു കർത്താവ് വചനം പറയുകയാണ്, യേശു കർത്താവ് വചനം പറയുകയാണ്, ദൈവം സംസാരിക്കുകയാണ്. യേശു എന്ന ദൈവം സ്തോത്രം ഇതാ ആരോട്? നിക്കോദിമോസിനോട് സംസാരിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ദൈവം സംസാരിച്ചപ്പോൾ ഒരു അബ്രഹാമായി, യാബോക്ക് കടവിൽ ദൈവം സംസാരിച്ചപ്പോൾ ഒരു യാക്കോബ് ഇസ്രായേലായി, ദൈവം സംസാരിച്ചപ്പോൾ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സംസാരിച്ചപ്പോൾ ശൗല് പൗലൂസായി. അതെ, എവിടെയാണോ ദൈവം സംസാരിക്കുന്നത് അവിടെ നിശ്ചയമായി മാറ്റമുണ്ടാകും. ഓ ഹല്ലേലൂയ. ഞാനതിനെ എൻകൗണ്ടർ എന്ന് പറയട്ടെ, മുഖാമുഖം എന്ന് പറയട്ടെ, മുഖാമുഖം. 2026 എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു എൻകൗണ്ടറിൻ്റെ വർഷമാകട്ടെ. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻകൗണ്ടറിൻ്റെ വർഷമാകട്ടെ. ദൈവം നിന്റെ പ്രാർത്ഥനാ റൂമിൽ ഇറങ്ങുന്നത് സംസാരിക്കുന്ന ദിവസങ്ങളാകട്ടെ. നിന്റെ സഭാ ഹാളിൽ ദൈവം ഇറങ്ങുന്നത് സംസാരിക്കുന്ന ദിവസങ്ങളാകട്ടെ. ദൈവം നിന്നോട് സംസാരിച്ചാൽ ഇന്ത്യൻ ചർച്ചിൽ അടുത്ത 25 വർഷം നീ ആയിരിക്കും ത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുവാൻ വേണ്ടി പോകുന്നത്. നിനക്ക് വേണ്ടിയത് അമേരിക്കൻ വിസയല്ല, നിനക്ക് വേണ്ടിയത് അതേ പൗണ്ടല്ല, നിനക്ക് വേണ്ടിയത് ദിർഹാമോ ദിനാറോ അല്ല, നിനക്ക് വേണ്ടിയത് ദൈവവുമായിട്ടുള്ള ഒരു സാമീപ്യം അത്രേ, ഒരു എൻകൗണ്ടർ അത്രേ. കമാൺ 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 കമാൺ. ശബ്ദമുയർത്തി 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 ശബ്ദമുയർത്തി. യെസ് 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 യെസ്. ആരോ ശബ്ദമുയർത്തി ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ. സ്വപ്നത്തിൽ സംസാരിക്കണമേ, സ്വപ്നത്തിൽ സംസാരിക്കണമേ, ദർശനങ്ങളിൽ സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ. ആ രാത്രി ആ മനുഷ്യനെ മാറ്റിയ രാത്രിയായിരുന്നു. ആ രാത്രി ആ മനുഷ്യന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്ന രാത്രിയായിരുന്നു. അവൻ കയറി ചെന്നത് ഒരു അസ്ഥി പഞ്ചരം പോലെയാണ്, അസ്ഥി കർഷണമായിട്ടാണ്. കർത്താവ് സ്തോത്രം അവനോട് സംസാരിച്ചു. നിക്കോദിമോസിനോട് സംസാരിച്ചപ്പോൾ അവൻ അങ്ങോട്ട് കയറിയത് പോലെയല്ല, ഇങ്ങോട്ട് ഇറങ്ങിയത്.
കയറിപ്പോയത്, ഞാൻ ആവർത്തിക്കുന്നു, അങ്ങോട്ട് കയറിപ്പോയത് ഒരു ചന്ദ്രന്റെ പ്രകാശത്തിലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അവൻ ഇറങ്ങി വന്നപ്പോൾ നീതി സൂര്യന്റെ പ്രകാശത്തിൽ തന്നെ നടക്കാൻ തുടങ്ങി. മനസ്സിലായ രാമേൻ പറഞ്ഞാട്ടെ. അവൻ കയറി ചെന്നത് ഈ ലോകത്തിന്റെ ചന്ദ്രന്റെ പ്രകാശത്തിൽ. പിന്നെ ആ ശിഷ്യൻ നടന്നത് അതേ നീതി സൂര്യന്റെ പ്രകാശത്തിലാണ്. സഹോദരി സഹോദരന്മാരെ, ഈ തലമുറയിൽ മുഴുവൻ അവസാന ശ്വാസം വരെ നീയും ഞാനും നടക്കുന്നത് നീതി സൂര്യന്റെ പ്രകാശത്തിലാണ്. നിനക്ക് നിന്റെ മുൻപിൽ കെണി വയ്ക്കാൻ ദുഷ്ടന് കഴിയത്തില്ല. ചതിയന്മാർക്ക് നിന്നെ ചതിക്കുവാൻ കഴിയത്തില്ല. ദുഷ്ടന്റെ വാരി കുഴികളിൽ അടവുകളിൽ നീ വീഴത്തില്ല. കാരണം ഈ ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കും. എന്നാൽ അസ്തമയം ഇല്ലാത്ത ഒരു സൂര്യൻ ഇന്ന് രാത്രി ഈ മീറ്റിംഗിന്റെ 1-ാം ദിവസം തന്നെ ഈ പന്തലിൻ കീഴിൽ ശോഭിക്കുന്നു. അവന്റെ പേരത്രേ നീതി സൂര്യൻ. കമോൺ കമോൺ, കരകളെ അടിച്ച് ആരാധിക്കുക. Walk in the light, walk in the light. പ്രകാശത്തിൽ നടക്ക്, പ്രകാശത്തിൽ നടക്കവൻ നടന്നത് ചന്ദ്രന്റെ പ്രകാശത്തിൽ. അന്ന് രാത്രി യേശുവിന്റെ അടുക്കൽ കയറി ചെന്നതായ നിക്കോദീമോസ് പിന്നെ നടന്നത് സ്തോത്രം അതേ ദൈവപ്രകാശത്തിൽ തന്നെയാണ്. സോ അന്ന് രാത്രി അവൻ ഉറങ്ങി എന്നെനിക്ക് തോന്നുന്നില്ല. അന്ന് രാത്രി അവന്റെ ഐഡിയോളജി ടോട്ടലി മാറി. അന്ന് രാത്രി മുതൽ he totally become the close follower of Lord Jesus Christ. അന്ന് രാത്രി മുതൽ അവൻ കർത്താവിനെ പിന്തുടരുന്നതായ ഒരു സ്തോത്രം രഹസ്യ ശിഷ്യൻ ആയി തീർന്നു. പക്ഷേ അവൻ രഹസ്യ ശിഷ്യൻ ആയി തീർന്നു. പക്ഷേ എപ്പോഴാണ് ഈ പുള്ളി പരസ്യ ശിഷ്യൻ ആയി തീർന്നത്? രഹസ്യ ശിഷ്യന്മാർ എപ്പോഴാണ് പരസ്യ ശിഷ്യൻ ആയിത്തീരുന്നത്? ഞാൻ ആവർത്തിക്കട്ടെ. സ്തോത്രം. പല സമയത്തെ ചില ടെസ്റ്റുകളാണ് നിന്റെ യഥാർത്ഥ ചിത്രത്തെ തെളിയിക്കുന്നത്. ഒരിക്കൽ കൂടെ, ചില ടെസ്റ്റുകളാണ് നിന്റെ യഥാർത്ഥ കളറിനെ തെളിയിക്കുന്നത്. രണ്ട് തരത്തിലുള്ള വിശ്വാസികളുണ്ട്, രണ്ട് തരത്തിലുള്ള ദൈവദാസന്മാരുണ്ട്, രണ്ട് തരത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. മെഴുകും അതേ സ്വർണവും. സ്തോത്രം. മെഴുക് തീയിലെടുത്തിട്ടാൽ ഉരുകിപ്പോകും. ഒരിക്കൽ കൂടെ, മെഴുക് തീയിലിട്ടാൽ ഉരുകിപ്പോകും. തീയിലിട്ടാലേ മെഴുക് ഉരുകിപ്പോകും. സ്തോത്രം. പക്ഷേ സ്വർണ്ണമാണെങ്കിലുണ്ടല്ലോ, അത് തീയിലൂടെ കടത്തിവിട്ടാൽ അത് തേജസ്സോടെ മിന്നും പ്രകാശത്തോടെ പുറത്തു വരിക. യേശുവിൻ്റെ നാമത്തിൽ തീയിലൂടെ കടന്നുപോയ ഏതൊക്കെ വ്യക്തികൾ എന്നെ കേൾക്കുന്നു, തീയിലൂടെ കടന്നുപോയ ഏതൊക്കെ ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നു. ഒരു ടെസ്റ്റ് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ദൈവം അയക്കുന്നത് നിന്നെ തൊലയ്ക്കാനല്ല, നീ ആരെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഓ ഹല്ലേലൂയ. ഒരു ടെസ്റ്റ് ദൈവം നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സഭയിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് സ്തോത്രം നീ ആരെന്ന് മറ്റുള്ളവർ കാണേണ്ടതിനാണ്, മനസ്സിലാക്കേണ്ടതിനാണ്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു കർത്താവ് വീണ്ടും സ്തോത്രം യെരുശലേമിലേക്ക് കടന്നു വരികയാണ്. യെരുശലേമിൽ സ്തോത്ര കർത്താവ് എപ്പോഴാണോ കടന്നു വരുന്നത്, കയ്യഫാവിനും അന്നാവിനും BP കൂടും. കാരണം അത് അവർ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയല്ല, ഒരു ആത്മീയ കച്ചവടമാണ്. അത് വേറൊരു പ്രസംഗമാണ്, ഞാൻ പിന്നെ പറയാം. സ്തോത്രം. എല്ലാം പറഞ്ഞാലും പിന്നെ ഇനി നിങ്ങൾ എന്നെ വിളിക്കത്തില്ല. കാരണം അവര് അവിടെ ചെയ്തിട്ടിരുന്ന ആത്മീയ കച്ചവടമാണ്. സ്തോത്രം. യെസ്, അത് വാസ്തവമാണ്. കാരണം അവിടെ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്. പ്രാകാരത്തിൽ പ്രോഗ്രാമുണ്ട്, വിശുദ്ധ സ്ഥലത്തിൽ ശുശ്രൂഷ പരിപാടികളുണ്ട്. പക്ഷെ അതിപരിശുദ്ധ സ്ഥലത്തിൽ സ്തോത്രം ദൈവത്തിന്റെ നിയമപെട്ടകം ഇല്ല സഹോദരങ്ങളെ. ഒരിക്കൽ കൂടെ, അതിപരിശുദ്ധ സ്ഥലത്തിൽ ദൈവത്തിന്റെ നിയമപെട്ടകം ഇല്ല. അതിപരിശുദ്ധ സ്ഥലത്തിൽ ദൈവത്തിന്റെ നിയമപെട്ടകം ഇല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? യെരമ്യാ പ്രവചനം 3-ാം അധ്യായത്തിന് ശേഷം ദൈവത്തിന്റെ നിയമപെട്ടകം പിന്നെ ഒരുത്തനും കണ്ടിട്ടില്ല. ഒരിക്കൽ കൂടെ, യെരമ്യാ പ്രവചനം 3-ാം അധ്യായത്തിന് ശേഷം ദൈവത്തിന്റെ നിയമപെട്ടകം പിന്നെ ആരും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളും ഞാനും ആ ആലയത്തെ വിളിക്കുന്നത് ഹെരോദാവിൻ്റെ ആലയം. ഹെരോദാവിൻ്റെ ആലയം, ദേവാലയം എന്നല്ല വിളിക്കുന്നത്, ഹെരോദാവിൻ്റെ ആലയം. ഇറങ്ങേണ്ട മഹത്വം ഇറങ്ങിയില്ലെങ്കിൽ ശുശ്രൂഷ വല്ലവൻ്റേതുമായി പോയി. സ്തോത്രം. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അവൻ്റെ സഭ, യവൻ്റെ സഭ, സുരേഷ് ബാബുവിൻ്റെ സഭ. സ്തോത്രം. പക്ഷേ കർത്താവിൻ്റെ സഭ എന്തിയേ? കർത്താവിൻ്റെ സഭയിൽ ഇറങ്ങി നിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. സ്തോത്രം. സോ അങ്ങനെ ഒഴിഞ്ഞ അതിപരിശുദ്ധ സ്ഥലം വെച്ച് ആടിനെയും മാടിനെയും കച്ചവടം ചെയ്ത് ലാഭവും കമ്മീഷനും എടുക്കുന്നതായ കയ്യഫാവിനെയും, സ്തോത്രം, കയ്യഫാവിൻ്റെയും
അന്നാവിൻ്റെയും BP കൂടുന്ന സന്ദർശനങ്ങളായിരുന്നു യേശുവിൻ്റെ സന്ദർശനം. അതുകൊണ്ട് യേശു കർത്താവ് എപ്പോഴാണോ കടന്നു വരുന്നത്, സ്തോത്രം, അതെ, അപ്പോഴൊക്കെ ഇവർക്ക് സ്തോത്രം അത്ര ഇഷ്ടമല്ലായിരുന്നു. ചുരുക്കി പറയാം, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം ഉത്സവ ദിവസമാണ്. യേശു കർത്താവ് സ്തോത്രം സ്വന്തം വീട്ടിൽ തന്നെ അല്പം വടംവലി കഴിഞ്ഞിട്ടാണ് ആ പ്രാവശ്യം ആ ദേവാലയത്തിൽ ആ ഉത്സവത്തിന് വേണ്ടി കടന്നു വന്നത്. അപ്പോഴിതാ അന്നാവും കയ്യഫാവും സെൻഹദരിയും സംഘം ഒരുമിച്ച് കൂടി ടെമ്പിൾ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടാ സെറ്റപ്പ്. സ്തോത്രം, കൈ ഉയർത്തണ്ട്, കേട്ടിരുന്നാൽ മതി. സ്തോത്രം, അതെ, ആ ഒരു ടെമ്പിൾ പോലീസ്, ആ ചേവകർ എന്ന് പറയും, നിങ്ങൾക്കറിയാം, ആ ചേവകരെ സ്തോത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ ദേവാലയത്തിൽ വന്ന് എപ്പോൾ ദൈവ വചനം പറയുമോ അവനെ പൊക്കണം, അവനെ അറസ്റ്റ് ചെയ്യണം. ടെമ്പിൾ പോലീസിനെ പറഞ്ഞൊത്തു. സെൻഹദരിയും സംഘത്തിൻ്റെ യോഗം ആരംഭിച്ചു. ടെമ്പിൾ പോലീസിനെ ചേവകരെ പറഞ്ഞു വിട്ടു. ആരെ അറസ്റ്റ് ചെയ്യാൻ? യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ. കുഞ്ഞെ, നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ചെലന്തികളെല്ലാം കൂടെ സിംഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നതുപോലെ? ഓ കമാൻ. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം യേശുവിനെ പിന്നത്തേതിൽ പിടിച്ചതോ? അത് പിടിച്ചതല്ല കുട്ടി, അത് പിടി കൊടുത്തതാ. എൻ്റെ കർത്താവിനെ പിടിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. സോ ഇവിടെ നോക്കുക, ഇവിടെയും സംഭവിക്കുന്നത് സെയിം തിങ് ആണ്. ടെമ്പിൾ പോലീസ് അഥവാ ചേവകർ യേശു കർത്താവിനെ പിടിപ്പാനായി ഇതാ പറഞ്ഞയക്കുമ്പോൾ സ്തോത്രം, ആ സൈനികത്തിൻ്റെ സംഘത്തിൽ നമ്മുടെ നിക്കോദീമോസ് ഇരിപ്പുണ്ട്, രഹസ്യ ശിഷ്യൻ. സ്തോത്രം, രഹസ്യ ശിഷ്യൻ. സ്നാനപ്പെട്ടെന്നൊന്നും പറയാതെ ചിലരൊക്കെ അതേ ഇരിക്കുന്നത് പോലെ, അന്യഭാഷയുണ്ടെന്ന് പറയാതെ ചിലരൊക്കെ ഇരിക്കുന്നത് പോലെ, ഞാൻ യേശുവിനെ ചെന്ന് കണ്ടു എന്ന് പറയാതെ രഹസ്യ ശിഷ്യനായി ആര്? നിക്കോദീമോസ് ഇരിക്കുകയാണ്. ടെമ്പിൾ പോലീസ് ചേവകരെ പറഞ്ഞു വിട്ടു, നിങ്ങൾ പോയി ഗോ ആൻഡ് ഗെറ്റ് ഹിം, അവനെ പോയി പിടിച്ചിട്ട് വാ. സ്തോത്രം. സോ 71 പേർ സെൻഹദരിയും സംഘക്കാർ കാത്തിരിക്കുന്നു. ഇപ്പം വരും, ഇപ്പം കിട്ടും, ഇപ്പം വരും, ഇപ്പം കൊണ്ടുവരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ ഇതാ സ്തോത്രം, ടെമ്പിൾ കോംപ്ലക്സിൽ, അതായത് ദേവാലയത്തിൽ യേശു കർത്താവ് നിന്ന് ദൈവവചനം പറയുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കരങ്ങളെ ചലിപ്പിച്ച് ഒരു സ്തോത്രം പറഞ്ഞാട്. അപ്പോഴാണ് ദൈവവചനം പറഞ്ഞിട്ടിരിക്കുന്ന കർത്താവിനെ പിടിപ്പാൻ ഇതാ ചേവകർ കടന്നു വരുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പോരാട്ടം വരുന്നു, പ്രതിസന്ധി വരുന്നു, തടസ്സം വരുന്നു, പ്രശ്നം വരുന്നു. ദൈവപുത്രന്റെ ശുശ്രൂഷയെ തടുക്കുവാൻ പോരാട്ടം, പ്രശ്നം, പ്രതിസന്ധി ഇതാ കടന്നു വരികയാണ്. ആ പോരാട്ടവും പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ തന്നെ പിടിപ്പാനായി ഇതാ കടന്നു വരുന്നത് കണ്ടപ്പോൾ സ്തോത്രം, കർത്താവ് എന്താ ചെയ്തെന്നറിയോ? യോഹന്നാൻ 7:37 നിങ്ങളുടെ പാസ്റ്റർമാരെല്ലാവരും ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നാഴികയിൽ യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കേട്ടവർ നല്ലൊരു ഉറിയാക്കോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതെ, യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മോഡിനെ അവൻ മാറ്റി, കർത്താവിൻ്റെ ലെവലിനെ അവൻ മാറ്റി അങ്ങ് ശുശ്രൂഷിച്ചു. ലെവലിനെ മാറ്റി ശുശ്രൂഷിച്ചു. ദൂതിതാണ് നിന്നെ തകർക്കുവാൻ, നിന്നെ പിടിക്കുവാൻ, നിന്നെ ഒതുക്കുവാൻ പോരുകൾ കടന്നു വരുമ്പോൾ നിന്റെ ഇന്നലത്തെ പ്രാർത്ഥനയും ഇന്നലത്തെ ഉപവാസവും ഇന്നലത്തെ സ്തോത്രം കൊണ്ട് പരിപാടി നടക്കത്തില്ല. നിന്റെ ലെവൽ മാറിയേ പറ്റത്തുള്ളൂ. കമോൺ കയറി വാ. നിന്റെ ലെവൽ മാറിയേ പറ്റത്തുള്ളൂ. നിന്റെ ഇന്നലത്തെ തീയും ഇന്നലത്തെ ശക്തിയും ഇന്നലത്തെ സാന്നിധ്യവും ഇന്നലത്തെ അഭിഷേകവും കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. ചില പോരുകൾ, ചില വെല്ലുവിളികൾ നിന്റെ നേരെ എൻ്റെ കർത്താവ് അനുവദിക്കുകയാണ്. ഒരിക്കൽ കൂടെ ചില പോരുകൾ, ചില വെല്ലുവിളികൾ നിന്റെ നേരെ ദൈവം അനുവദിക്കുന്നത് നിന്നെ പോളിഷ് ചെയ്യാനല്ല, നിന്നെ മൂർച്ച കൂട്ടാനാണ്. നിന്നെ മൂർച്ച കൂട്ടാനാണ്. വായു തുറന്ന് സ്തോത്രം പറഞ്ഞിരിക്കുക. ആരൊക്കെയോ ഇന്ന് രാത്രി കർത്താവ് മൂർച്ച കൂട്ടുകയാണ്. തുരുമ്പ് പിടിച്ച് എത്തിയത് സകലത മൂർച്ചയോടെ മടങ്ങട്ടെ. മങ്ങിക്കത്തുന്നത് സകലതം ആളി കത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ചില പോരുകൾ, ചില തടസ്സങ്ങൾ, വെല്ലുവിളികൾ നിന്റെ ജീവിതത്തെ കടന്നു വരുന്നത് നിന്റെ മോഡിനെ മാറ്റുവാൻ വേണ്ടിയാണ്, സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ വേണ്ടിയാണ്. അതുവരെ കർത്താവ് സംസാരിച്ചതുപോലെ അല്ലല്ലോ ചേവകർ തന്നെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ യേശു സംസാരിച്ചത്. യേശു അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. അതിൻ്റെ അർത്ഥം അതുവരെ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാടായി സംസാരിച്ചവൻ ലാംബിൻ്റെ മോഡിൽ നിന്ന് ലയണിൻ്റെ മോഡിലേക്ക് മാറി. മനസ്സിലാക്കിയ സ്തോത്രം പറഞ്ഞേ. കുഞ്ഞാടിൻ്റെ മോഡിൽ നിന്ന് യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ മോഡിലേക്ക് യേശു മാറ്റിപ്പിടിച്ച് ശുശ്രൂഷിച്ചു. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞാടിൻ്റെ ലെവലിൽ സ്തോത്രം നിന്ന് അർത്ഥം സ്തോത്രം, ശബ്ദം പതിയെ പറഞ്ഞവൻ. അപ്പോൾ ചേവകർ
ഭീകരർ തന്നെ പിടിക്കാൻ വേണ്ടി കടന്നു വരുന്നത് കണ്ട് അവൻ ശബ്ദം ഉയർത്തി എന്ന്. ദൂതിതാണ് പ്രശ്നത്തിന്റെ നടുവിൽ തല കുനിയല്ല, തോൽക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ചത് ജയിക്കാനാണ്. ഓ സഖാക്കൾ പറയും തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ആക്ച്വലി സഭയാണ് പറയേണ്ടത്. കാരണം യേശു ജയത്തിന്റെ പുസ്തകം, യേശു ജയത്തിന്റെ ദൈവമാണ്. ബൈബിൾ ജയത്തിന്റെ പുസ്തകമാണ്. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നിന്നെ തോൽപ്പിക്കാൻ ഒന്നിനും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. അയ്യോ, ആരും മിണ്ടുന്നില്ല. നിങ്ങൾ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ? കം ഓൺ, ഹല്ലേലൂയ. യെസ് യെസ്, നിന്നെ തോൽപ്പിപ്പാൻ ഒരു അപവാദത്തിന് കഴിയത്തില്ല, ഒരു പ്രശ്നത്തിന് കഴിയത്തില്ല, നരകത്തിലെ ഒരു ഭൂതത്തിന് കഴിയത്തില്ല, ഹല്ലേലൂയ, ലോകത്തിലെ ഒരു മനുഷ്യന് കഴിയത്തില്ല. ജയിച്ചവരുടെ ലിസ്റ്റിൽ നിന്റെ പേരിനെ കർത്താവ് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അതെ, ജയം എൻ്റെതെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ജയം 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 ജയം. ഞാൻ പറയും, അപ്പുറത്തൊരു വെള്ളപ്പൊക്കമുണ്ടെങ്കിൽ ഇപ്പുറത്ത് നോഹയ്ക്കൊരു പെട്ടകമുണ്ട്. അപ്പുറത്തൊരു തൊലയുന്ന ലോത്തുണ്ടെങ്കിൽ ഇപ്പുറത്ത് ജയിക്കുന്ന ഒരു അബ്രഹാമുണ്ട്. അപ്പുറത്തൊരു ഫറവോനുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു മോശയുണ്ട്. അപ്പുറത്തൊരു അഹാബുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ഏലിയാവുണ്ട്. അപ്പുറത്തൊരു യിസബേലുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു യേഹുവുണ്ട്. അപ്പുറത്തൊരു നെബൂഖദ്നേസറുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ദാനിയേലുണ്ട്. അപ്പുറത്തൊരു ഗോലിയാത്തുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ദാവീദുണ്ട്. അപ്പുറത്തൊരു കപ്പൽ ഛേദമുണ്ടെങ്കിൽ ഇപ്പുറത്ത് നീന്തി കയറി മാൾട്ട ദ്വീപിനെ മുഴുവൻ കൃപയിലേക്ക് നടത്തുന്ന ഒരു പൗലൂസ് ഉണ്ട്. അപ്പുറത്തൊരു പത്മോസ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു യോഹന്നാൻ അപ്പോസ്തലനുണ്ട്. അപ്പുറത്ത് പഴയ പാമ്പായ സാത്താൻ ഉണ്ടെങ്കിൽ അവന്റെ തലയെ തകർക്കുന്ന യഹൂദ ഗോത്രത്തിൽ സിംഹമായ യേശുവുണ്ട്. ഈ ദിവസങ്ങളിൽ കരയുന്നവരെ, ഈ ദിവസങ്ങളിൽ വെല്ലുവിളി കാണുന്നവരെ, ഈ ദിവസങ്ങളിൽ ഏതോ കെണികളിൽ കിടന്ന് പെടയുന്നവരെ, പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഒരത്ഭുതം കൂടെ നീ കാണുവാൻ പോകുകയാണ്. ഒരു വിടുതൽ കൂടെ നീ കാണുവാൻ വേണ്ടി പോവുകയാണ്. ശബ്ദമുയർത്തി യേശു കർത്താവ് സംസാരിച്ചപ്പോൾ ഈ കുറുക്കാൻ പടകൾ പേടിച്ചു. യവന്മാർക്ക് സിംഹത്തെ പിടിക്കാൻ പറ്റിയില്ല. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി യേശു കർത്താവ് സംസാരിച്ചപ്പോൾ യവന്മാർക്ക് ചേവകർക്ക് യേശുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം പറയാം, അഭിഷേകത്തിൽ ജ്വലിച്ച് ജീവിച്ചോ. ഈ സൺഡേ 10:30 മണിക്ക് ജ്വലിക്കുന്ന പരിപാടിയല്ല ഇത്. ഇത് 365 ദിവസം 24 മണിക്കൂർ നീ തണുക്കുകയല്ല, നീ ജ്വലിക്കുകയാണ്. നിനക്കെതിരെ മന്ത്രം പറയുന്നവനുണ്ടല്ലോ, അവൻ്റെ വാ പിന്നെ തുറക്കത്തില്ല. നിനക്ക് നേരെ വരുന്ന ഏത് കളറ് വരുന്ന ചരടുണ്ടല്ലോ, ആത്മാവിൻ്റെ തീയിൽ അത് എരിഞ്ഞു പോകും. നിന്നെ പിടിപ്പാൻ, നിന്നെ ഒതുക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അങ്ങനെ സംഘത്തിരി സംഘം കാത്തിരിക്കുക. ഇപ്പം കിട്ടും, ഇപ്പം വരും, ഇപ്പം കിട്ടും, ഇപ്പം വരുമെന്ന് കാത്തിരുന്നപ്പോൾ ഒഴിഞ്ഞ കൈയോടുകൂടെ, സ്തോത്രം, ടെമ്പിൾ പോലീസ് ഒഴിഞ്ഞ കൈയോടുകൂടെ ചേവകർ കടന്നു വരികയാണ്. ആ ചേവകരെ നോക്കി സംഘത്തിരി സംഘത്തിൽ നിന്ന് എല്ലാവരും ചോദിച്ചു, അവനെ പിടിക്കാൻ പറ്റിയില്ലയോ, യേശുവിനെ പിടിക്കാൻ പറ്റിയില്ലയോ? അപ്പോൾ സ്തോത്രം, ചേവകർ പറഞ്ഞു, നോ മാൻ എവർ സ്പീക്ക് ലൈക്ക് ദാറ്റ് മാൻ. അവനെപ്പോലെ ആരും സംസാരിച്ചിട്ടേയില്ല. യെസ്, നിങ്ങൾ പുസ്തകത്തിലുള്ളതാ. അവനെപ്പോലെ ആരും സംസാരിച്ചിട്ടേയില്ല, അവനെപ്പോലെ ആരും സംസാരിച്ചിട്ടേയില്ല. സത്താൻ ഈ ദിവസങ്ങളിൽ ദുരാത്മാക്കൾ നിങ്ങൾ നോക്കി പറയും, യവനെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഉണ്ടായിട്ടില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. യവനെപ്പോലെ സ്തുതിക്കുന്ന ഒരുത്തൻ ഉണ്ടായിട്ടില്ല. യവനെപ്പോലെ സഭ നടത്തുന്ന ഒരുത്തൻ ഉണ്ടായിട്ടില്ല. യവനെപ്പോലെ സുവിശേഷം പറയുന്ന ഒരുത്തൻ ഉണ്ടായിട്ടില്ല. കമോൺ, ആരെങ്കിലും സ്തോത്രം പറയുന്നത് ഞാൻ ചുമ്മാ വിചാരിച്ചു. യവനെപ്പോലെ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഏറ്റവും നല്ലത് പുറത്തു വരട്ടെ. 2026 നിന്റെ ഏറ്റവും നല്ലത് പുറത്തു വരട്ടെ, ഏറ്റവും നല്ലത് പുറത്തു വരട്ടെ. ശബ്ദമുയർത്തി ശക്തിയോടെ ഈ പന്തലിന്റെ എല്ലാ കോണുകളിലും ആരാധന വെളിപ്പെടട്ടെ. യെസ്, പ്രശ്നമുണ്ട്, വെല്ലുവിളിയുണ്ട്, പ്രതിസന്ധിയുണ്ട്, ചോദ്യചിഹ്നങ്ങളുണ്ട്. സ്തോത്രം. പക്ഷേ ആ പ്രശ്നത്തിന് കീഴിലല്ല ഞാൻ ജീവിക്കുന്നത്, മേലെയാണ് ജീവിക്കുന്നത്.
ആ വെല്ലുവിളിയുടെ ആ പ്രശ്നത്തിന് കീഴിലല്ല ഞാൻ ജീവിക്കുന്നത്, മേലെയാ ജീവിക്കുന്നത്. ഒരു ഉപമ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒരു ദിവസം പക്ഷികളുടെയൊക്കെ കോൺഫറൻസ് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷികളുടെ കോൺഫറൻസ് നടക്കുന്ന ആ ദിവസവും അതിൻ്റെ തലേ ദിവസങ്ങളിലെല്ലാം ഭയങ്കര മഴയായിരുന്നു. ഇടിച്ചു കുത്തി അങ്ങ് മഴ പെയ്യുക. അപ്പോൾ ഒട്ടക പക്ഷിയാണ് ഇതിൻ്റെ ചെയർപേഴ്സണായി പക്ഷികളുടെ മീറ്റിംഗ് നടത്തുന്നത്. ഒട്ടകപ്പക്ഷി വന്നിട്ടുണ്ട്. ഒട്ടകപ്പക്ഷി ഓരോ പക്ഷികളിങ്ങനെ സ്വാഗതം ചെയ്ത് കയറ്റുകയാണ്. അപ്പോൾ കാക്ക നനഞ്ഞു വന്നിട്ടുണ്ട്, കുയിൽ നനഞ്ഞു വരികയാണ്, തത്ത നനഞ്ഞു വരികയാണ്. കാരണം മഴയെന്ന് ആൾറെഡി ഞാൻ പറഞ്ഞു, എല്ലാവരും നനഞ്ഞു വരികയാണ്. സ്തോത്രം. എല്ലാ പക്ഷികളും നനഞ്ഞ് വരികയാണ്. അവസാനം കഴുകൻ വരുന്നു. ആര് വരുന്നു? കഴുകൻ വരുന്നു. കഴുകൻ വന്നപ്പോൾ നനഞ്ഞല്ല പുള്ളി വരുന്നത്, നല്ല ഉണങ്ങിയ ചിറകുമായി പുള്ളി വരികയാണ്. അപ്പോൾ ഒട്ടകപ്പക്ഷി അതിശയത്തോട് ചോദിച്ചു, അല്ലയോ കഴുകനെ, നിൻ്റെ പഞ്ചായത്തിൽ മഴ പെയ്തില്ലയോ? അവൻ പറഞ്ഞു, മഴ പെയ്തു ആശാനെ, മഴ പെയ്തു. പക്ഷെ നിന്നെ കണ്ടിട്ട് മഴയില്ലാ ദേശത്ത് ജനിച്ച് വളർത്തപ്പെട്ടതുപോലെയാണല്ലോ കാണുന്നേ. നിൻ്റെ ശരീരത്തിൽ മഴയുടെ യാതൊരു അംശവുമില്ല, വെള്ളത്തിൻ്റെ യാതൊരു അംശവുമില്ലല്ലോ. അതെ, ഞാൻ ഈ മഴ ഇങ്ങനെ കാർമേഘം കൂടി വന്നപ്പോൾ എൻ്റെ ഗിയർ ചേഞ്ച് ചെയ്ത്, എനിക്കെതിരെ ഈ കാർമേഘം കൂടി വന്നപ്പോൾ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന, എനിക്കെതിരെ ഈ കാർമേഘം കൂടി വന്നപ്പോൾ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്ത് ഞാനതിൻ്റെ മീതെ പറക്കാൻ തീരുമാനിച്ചു. കയറിവാ. ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി നടന്ന് ചിലതിൻ്റെ തലയ്ക്ക് പിടിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. കയറിവാ. നീ ഈ ദിവസങ്ങളിൽ യാക്കോബിൻ്റെ ഗോവേണിയിൽ അടുത്ത ലെവലുകളിൽ നീ കയറുന്ന സീസണാണ്. ഒരിക്കൽ കൂടെ, യാക്കോബിൻ്റെ ഗോവേണിയിൽ നീ അടുത്ത ലെവലുകളിൽ കയറുന്ന സീസണാണ്. അടുത്ത ലെവലുകൾ നീ കയറി ചെന്ന് ശുശ്രൂഷിക്കുന്ന സീസണാണിത്. കയറിവാ. നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. മഴ പെയ്യുമായിരിക്കും, പക്ഷേ ആ വെല്ലുവിളിക്ക് കീഴിലല്ല, ആ പ്രശ്നത്തിന് കീഴിലല്ല ഞാൻ പാർക്കുന്നത്, ആ പ്രശ്നത്തിന് കീഴിലല്ല ഞാൻ ശുശ്രൂഷിക്കുന്നത്. അതിന് മീതിയാണ് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. സോ ടെമ്പിൾ പോലീസ്, സ്തോത്രം, അത് ചേവകർ പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് 71 പേരിൽ ഇരുന്നതായ നിക്കോദീമോസ് സാധാരണമായൊരു ധൈര്യം ഇറങ്ങി വന്നിട്ട് പുള്ളി ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ന്യായപ്രമാണ പ്രകാരമല്ലാതെ സ്തോത്രം വിധിപ്പാൻ തക്കണം, ഇങ്ങനെയുള്ളവനെ വിധിക്കാൻ തക്കണം നമുക്ക് പറ്റുമോ എന്ന് സ്തോത്രം 7-ാം അധ്യായം 48 മുതൽ താഴേക്ക് യേശുവിന് വേണ്ടി നിക്കോദീമോസ് സംസാരിക്കുകയാണ്. യേശുവിന് വേണ്ടി സംസാരിക്കുകയാണ്. എന്തോ മനസ്സിലായി? യേശുവിന് വേണ്ടി സംസാരിച്ചു. അതുവരെ അവൻ രഹസ്യ ശിഷ്യനായിരുന്നു, പക്ഷെ പരസ്യ ശിഷ്യനായി. രഹസ്യ ശിഷ്യൻ, പരസ്യ. എൻ്റെ പ്രാർത്ഥന എന്തെന്നറിയോ? ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഭയങ്കര പ്രചരണം നടക്കുക. ദൈവകൃപയാൽ സൻഹദ്രീൻ സംഘത്തിൽ സ്തോത്രം ഒരു നിക്കോദീമോസ് എഴുന്നേറ്റ് നിന്ന് യേശുവിന് വേണ്ടി സംസാരിച്ചതുപോലെ ഈ വിശുദ്ധ വേദപുസ്തകമായി യേശുവിന് വേണ്ടി സംസാരിക്കുന്ന കുറേ MLA-മാർ ദൈവകൃപയാൽ എഴുന്നേറ്റ് വരണം. സ്തോത്രം. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, സുവിശേഷമാണ് പറയുന്നത്. എനിക്ക് പാർട്ടിയില്ലാതെ ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് ഞാൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അൺഎക്സ്പെക്റ്റഡായി, ഒരിക്കലും പ്രതീക്ഷിക്കാതെ സെൻഹദ്രീൻ സംഘത്തിന്റെ ഒരു കോണിൽ സ്തോത്രം ഇതാ നിക്കോദീമോസ് എഴുന്നേറ്റ് നിന്ന് യേശുവിന് വേണ്ടി വാദിക്കുന്നു, യേശുവിന് വേണ്ടി സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ വാതിലുകൾ അടഞ്ഞു എന്ന് തോന്നുമ്പോഴും നിനക്ക് വേണ്ടി ചിലരെ ദൈവം ഒരുക്കുക തന്നെ ചെയ്യും. സോ നിക്കോദീമോസ് കാര്യം പറഞ്ഞപ്പോൾ, നിക്കോദീമോസ് ചെറിയ പുള്ളിയല്ല, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ദാറ്റ് വാസ് ദ കൺക്ലൂഷൻ. അവരുടെ ഗൂഢാലോചന അപ്പം തന്നെ പൊളിഞ്ഞു പോയി. ഒരിക്കൽ കൂടെ നിക്കോദീമോസിന്റെ ശബ്ദം വെളിപ്പെട്ടപ്പോൾ ആ ഗൂഢാലോചന സെൻഹദ്രീൻ സംഘം പിരിച്ചുവിട്ട് എല്ലാവരും വീട്ടിൽ പോയെന്ന് പുസ്തകം പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിനക്കെതിരെ ഉയർന്ന സകല ഗൂഢാലോചനകളെ സ്വർഗത്തിൽ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിനക്കെതിരെ ഉയർന്ന സകല ഗൂഢാലോചനകളും സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. രഹസ്യ ശിക്ഷൻ വായു തുറന്ന് ശബ്ദിച്ചപ്പോൾ, രഹസ്യ ശിക്ഷൻ അധരം തുറന്ന് സംസാരിച്ചപ്പോൾ സെൻഹദ്രീൻ സംഘം പിരിഞ്ഞുപോയി. സഹോദരന്മാരെ, പ്രത്യേകിച്ച് ദൈവദാസന്മാരെ, നിന്റെ ശബ്ദം ലൗഡർ ആകാൻ പോകുന്നു, നിന്റെ ശബ്ദം വർദ്ധിക്കാൻ വേണ്ടി പോകുന്നു. ശത്രു സൈലന്റ് ആകാൻ പോകുകയാണ്, ശത്രു നിശബ്ദനാകാൻ വേണ്ടി പോകുന്നു.
71 പേര് എല്ലാവരും സ്തോത്രം പിരിഞ്ഞു പോയി. 7-ാം അധ്യായം 71 പേർ എല്ലാവരും പിരിഞ്ഞു പോയി. സോറി എല്ലാവരും പിരിഞ്ഞല്ല, 2 പേര് പിരിഞ്ഞില്ല. നിക്കോദീമോസ് അപ്പച്ചനായിരിക്കും നിശ്ചയമായിട്ട്, അല്പം പ്രായമുള്ള ആൾ. അദ്ദേഹം ഇങ്ങനെ സ്തോത്രം എനിക്കും പോകാം എന്ന് പറഞ്ഞപ്പോൾ അല്പം പ്രായം കുറഞ്ഞ ഒരാളെ അയാൾ വന്നിട്ട് പറഞ്ഞു, പോവല്ലേ എനിക്കൊന്ന് കാണാം, പോലെ എനിക്കൊന്ന് കാണാം. അപ്പോൾ 69 പേരും പിരിഞ്ഞു പോയി. സ്തോത്രം 2 പേർ പിരിഞ്ഞില്ല. ഞാൻ ഈ ജനറൽ ബോഡിക്കും ഇലക്ഷനൊന്നും വന്നിട്ടില്ല, റിയലി സമയമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് എക്സൽ വരണമെന്നുണ്ട്, ഒരു ഓട്ടൊക്കെ തരണമെന്നുണ്ട്, പക്ഷേ സ്തോത്രം സമയമില്ലാത്തത് കൊണ്ടാണ്. നോ പ്രോബ്ലം. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണേ. അപ്പോൾ നോക്കേ, അപ്പോൾ സ്തോത്രം ഈ കോൺഫറൻസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ, കോൺഫറൻസും കാര്യങ്ങൾ എല്ലാവരും പോയാലും ചിലർ പോകത്തില്ല. നിങ്ങൾക്കറിയാം, ആ മരത്തിൻ്റെ കീഴിൽ 2-3 പേരുണ്ടായിരിക്കും. കമോൺ, എല്ലാവരും പോയാലും ചിലർ പോകത്തില്ല. അവരാ വരാന്തയിലോ മരത്തിൻ്റെ ചുവട്ടിലോ കാറിലോ ഒക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ നിക്കോദീമോസിൻ്റെ അടുക്കിലേക്ക് അല്പം പ്രായം കുറഞ്ഞ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അണ്ണാ പോലെ നമുക്കൊന്ന് കാണാം. ഇവരെല്ലാം പോയിട്ട് നമുക്കൊന്ന് കാണാം. ഇങ്ങനെ പറഞ്ഞാലല്ലേ തിരുവനന്തപുരംകാർക്ക് മനസ്സിലാവൂ. അണ്ണാ പോവല്ലേ. സ്തോത്രം. അവർ 2 പേരും നിൽക്കുമ്പോൾ സ്തോത്രം ആ 2ാമത് വന്നവൻ പ്രായം കുറഞ്ഞവനാ, പക്ഷെ നല്ല പണച്ചാക്ക, നല്ല ധനവാന. അവനും നല്ല ഇൻഫ്ലുവൻസ് ഉള്ള നല്ല ധനവാന. അവനും സെൻഹദരീൻ സംഘത്തിൻ്റെ അംഗമാണ്. അവനും സ്തോത്രം അധികാരിയാണ്. അവൻ്റെ പേരാണ് അരിമത്തിയിലെ യോസെഫ്. അരിമത്തിയിലെ യോസെഫ് ദൈവം കണക്ട് ചെയ്യുന്നത് നോക്ക്. അരിമത്തിയിലെ യോസെഫ് ദൈവം കണക്ട് ചെയ്യുന്നത് നോക്ക്. ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിനോട് പറഞ്ഞു, പോയി പറ എൻ്റെ ജനത്തിന്മേൽ വലിയ കണക്ഷൻസ് ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തിൻ്റെ ഡിവൈൻ കണക്ഷൻ വെളിപ്പെടുകയാണ്. അപ്പോൾ അരിമത്തിയിലെ യോസെഫ് വന്ന് സ്തോത്രം നിക്കോദീമോസിനോട് പറഞ്ഞു, പോകല്ലേ, നിൽക്കണേ. അവരെന്തോ പറഞ്ഞതെന്നറിയാം, സ്തോത്രം. അപ്പോൾ അണ്ണാ നിക്കോദീമോസേ, നിനക്ക് കാര്യം പിടികിട്ടിയല്ലേ? നിനക്ക് കാര്യം മനസ്സിലായി. നിനക്കവനെ മനസ്സിലായി. യോമാർ മുഴുവൻ പൊട്ടന്മാരാ, യോമാർക്കൊന്നും അറിയത്തില്ല. സ്തോത്രം. അതെ, നിനക്ക് കാര്യം പിടികിട്ടി. നിനക്കെങ്ങനെയുടെ കാര്യം പിടികിട്ടിയ? നീ എങ്ങനെ മനസ്സിലാക്കിയേ? അപ്പം നിക്കോദീമോസ് പറഞ്ഞ, തമ്പി ആരടുത്തും പറയല്ല. എന്ത് തമ്പി ആരടുത്തും പറയല്ലേ. ചില ആൾക്കാരുണ്ട്, ചിലയിടത്ത് ആരടുത്തും പറയല്ലേ എന്ന് പറഞ്ഞ് ചിലത് ഏൽപ്പിച്ചാൽ മനോരമയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം ചെയ്യുന്നതിന് തുല്യമായിരിക്കും. യെസ് കയ്യുയർത്തണ്ട, പ്രാർത്ഥിച്ചിരുന്നാൽ മതി. സ്തോത്രം. തമ്പ്യാരത്തും പറയല്ലേ കേട്ടോ, പറയല്ലേ. ഒരു ദിവസം രാത്രിയിൽ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ ഞാൻ തലയിൽ മുണ്ടുവിട്ട് അവനെ കാണാനായിട്ട് കയറി ചെന്നു. എൻ്റെ ദൈവമേ, നീ ഗമാലിയല് എന്നതാ, പരീക്ഷന്മാർ എന്നതാ, അവനല്ലയോ വചനം, അവനല്ലയോ ശക്തി, അവനല്ലയോ സാന്നിധ്യം. അന്ന് രാത്രി ഞാൻ ഉറങ്ങില്ലെന്ന് മാത്രമല്ല, എനിക്ക് മനസ്സിലായി വരുവാനുള്ളവൻ യവൻ തന്നെയാണ്. ഓ കമാൺ. വരുവാനുള്ളവന് യവൻ തന്നെയാണ്. ആ വെളിപ്പാടിനായി സ്തോത്രം. അപ്പോൾ സ്തോത്രം സഹോദരി സഹോദരന്മാരെ, ആ വെളിപ്പാട് അപ്പുറത്തെ സ്കൂളിൽ കിട്ടത്തില്ല, തിരുവനന്തപുരം സിറ്റിയിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ കിട്ടത്തില്ല, ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു സ്കൂളിലും ആ വെളിപ്പാട് കിട്ടത്തില്ല. മുട്ടിന്മേലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ വെളിപ്പാടത്തിൻ്റെ ജീവിതത്തിൽ ദൈവകൃപയാൽ നൽകുന്നത്. സ്തോത്രം. സ്വാമിനെ മനസ്സിലായി. അതേ, നിക്കോദീമോസ് പറയുന്നു, വരുവാനുള്ളവൻ ഇവനെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. അത് അവർ തമ്മിൽ കണക്ട് ചെയ്തു. എന്നിട്ട് നിക്കോദീമോസ് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോയി അവൻ്റെ അരികിൽ ഇരുന്ന് കേട്ടാണ് മനസ്സിലാക്കിയത്. യേശു ദൈവപുത്രനെന്ന് അഥവാ യേശു മെസ്സിഹയെന്ന് ഞാൻ കേട്ടാണ് മനസ്സിലായത്. സ്തോത്രം. യോഹന്നാനെ അല്ല, സ്തോത്രം, അരിമത്തിയിലെ യോസെഫേ, നീ എങ്ങനെയാ മനസ്സിലാക്കിയത്? അവൻ പറഞ്ഞു, ഞാൻ കേട്ടല്ല മനസ്സിലാക്കിയത്, ഞാൻ തിരുവചനം വായിച്ചാണ് മനസ്സിലാക്കിയത്.
ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഞാൻ കേട്ടല്ല മനസ്സിലാക്കിയത്, ഞാൻ സ്തോത്രം ദൈവവചനം വായിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത്. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സ്തോത്രം എന്നെക്കാൾ വലിയൊരു പ്രവാചകനെ ദൈവം നിങ്ങളെ ഇടയിൽ എഴുന്നേൽപ്പിക്കുമെന്ന് മോശയിലൂടെ അരുളി ചെയ്തവൻ ഇവനാണ്. ഇവനെക്കുറിച്ചാണ് യെശയ്യാ 53 പറഞ്ഞിരിക്കുന്നത്. ഇവനെക്കുറിച്ചാണ് സ്തോത്രം സഖരിയാവ് എഴുതിയിരിക്കുന്നത്. ഇവനെക്കുറിച്ചാണ് സ്തോത്രം അതേ ഡാനിയേൽ എഴുതിയിരിക്കുന്നത്. ദാനിയേൽ എഴുതിയിരിക്കുന്ന 69 ആഴ്ചവട്ടം സ്തോത്രം സ്തോത്രം നിക്കോദിമോസേ, നിനക്കറിയാലോ ദാനിയേൽ എഴുതിയിരിക്കുന്ന ആഴ്ചവട്ടം ഉണ്ടല്ലോ, അത് എത്രയെന്നറിയോ? 1,73,880 ദിവസത്തിന് ശേഷം മെശിഹ ക്രൂശിക്കപ്പെടും എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തിയവരെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ദാനിയേൽ പറഞ്ഞതായ കണക്കനുസരിച്ച് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, 1,73,880 ദിവസമാകുമ്പോൾ മെശിഹ ക്രൂശിക്കപ്പെടും, മെശിഹ ഛേദിക്കപ്പെടും. സ്തോത്രം. അപ്പോൾ ഏവരെ തമ്മിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ 1,73,880 ദിവസം ഇതാ അടുത്ത പാസ് ഓവർ, അതാ അടുത്ത പെസഹയ്ക്ക് അടുത്തു വരികയാണ്. അടുത്ത പെസഹയ്ക്കപ്പുറം എവനെ തുടരുവാൻ കഴിയത്തില്ല. എങ്ങനെ അവർ മനസ്സിലാക്കി? വചനത്തിൽ നിന്ന് മനസ്സിലാക്കി. കമൺ മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. പരീക്ഷന്മാരാണ്, സംഘത്തിലെ അംഗമാണ്. എല്ലാ കാലത്തും എല്ലാവരും കുരുടന്മാരല്ല, എല്ലാ കാലത്തും എല്ലാവരും അന്ധന്മാരല്ല. ഈ കാലഘട്ടത്തിൽ കണ്ണു തുറന്നിട്ടുള്ള കുറച്ചെണ്ണം വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരു റെമനന്റായി ശേഷിപ്പായി ദൈവം ഉപയോഗിക്കുന്ന കുറേ എണ്ണം ഈ പന്തലും കീഴിൽ ഇരിപ്പുണ്ട്. ഈ കാലഘട്ടത്തിലും ഇന്ത്യൻ ഉണർവിന് വേണ്ടി അണയാത്ത കാട്ടുതീ പോലെ പടരുന്ന കുറേ എണ്ണം സ്തോത്രം അതേ നമ്മുടെ ഇടയിലുണ്ട്. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ സ്തോത്രം. അവർക്കറിയാം ഇവൻ ഇതാ ഛേദിക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. ഇവൻ ഛേദിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. സോ അവനെതിരെ ഉള്ളതായ കുറ്റം എന്താണെന്നറിയോ? രാജ്യദ്രോഹ കുറ്റമാണ്. ശ്രദ്ധിക്കുക, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. യേശുവിന് എതിരെയുള്ളതായ കുറ്റം രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യദ്രോഹ കുറ്റമെങ്കിൽ സ്തോത്രം അവനെ മരത്തിന്മേൽ തൂക്കേണം, അഥവാ അവനെ ക്രൂശിക്കണം. രാജ്യദ്രോഹ കുറ്റമെങ്കിൽ 2 ആഴ്ചയോളം അവന്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കാൻ പാടില്ല. 2 ആഴ്ചയോളം യേശുവിന്റെ ശരീരം സ്തോത്രം ക്രൂശിൽ ഇരിക്കണം. രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ട് 2 ആഴ്ചയോളം യേശുവിന്റെ ശരീരം ക്രൂശിന്മേൽ ഇരിക്കുമ്പോൾ ആ ശരീരം അങ്ങേയറ്റം നാറും, അങ്ങേയറ്റം ദ്രവിക്കും. ആകാശത്തിലെ പക്ഷികൾ തിന്നും. സ്തോത്രം. കറങ്ങി നടക്കുന്ന ഗോൽഗോഥയുടെ പ്രാന്തപ്രദേശത്ത് കറങ്ങി നടക്കുന്ന മൃഗങ്ങൾ അതേ ശരീരത്തിന്റെ ഭാഗം തിന്നും. ഇന്ന് രാത്രി നിന്റെ ഹൃദയ കണ്ണ് തുറന്ന് കേട്ടാട്ടെ സഹോദരനെ, സഹോദരിയെ. യേശു കർത്താവിന് എതിരെയുള്ള പിശാചിന്റെ പദ്ധതിയായിരുന്നു ആ ശരീരത്തെ എത്രത്തോളം നാറ്റിപ്പിക്കണമോ അത്രത്തോളം നാറ്റിപ്പിക്കണം. യേശു കർത്താവിനെ കുറിച്ചുള്ളതായ സാത്താന്റെ പദ്ധതിയായിരുന്നു ക്രിസ്തു ശരീരത്തെ നാറ്റ കേസാക്കണം. ഇന്നും ക്രിസ്തു ശരീരത്തെ നാറ്റിപ്പിക്കും, ഇതിനെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്നതായ ശക്തികളുണ്ട്. പക്ഷേ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവുള്ളവർ ഈ രാത്രി ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നടക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സോ 2 ശിഷ്യന്മാർ പറഞ്ഞു, സ്തോത്രം, ഇവന്റെ ശരീരത്തെ അതേ ആ ക്രൂശിൽ ക്രൂശിക്കുകയും 2 ആഴ്ചയോളം അവന്റെ ശരീരത്തെ ആ ക്രൂശിൽ നിന്ന് ഇറക്കാതെ ആക്കുകയും ചെയ്യും. ആകാശത്തിലെ പറവകൾ തിന്നും, കറങ്ങി നടക്കുന്നതായ മൃഗങ്ങൾ തിന്നും. അങ്ങനെ നാറി 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 ആ ശരീരം ദ്രവിച്ച് നിൽക്കും. 2 ആഴ്ചയോളം ഉള്ള പ്രാണികളും പറവകളും ഈച്ചയും പാറ്റയും ആ ശരീരത്തെ തിന്നും. അവസാനം 2 ആഴ്ച കഴിയുമ്പോൾ അത് അസ്ഥി പഞ്ചരമാകുമ്പോൾ, ആ സ്കെലിറ്റൻ അസ്ഥി പഞ്ചരമാകുമ്പോൾ ആ ഹിന്നോം താഴ്വരയിൽ 24 മണിക്കൂറും അഴുക്കുകളെ കത്തിക്കുന്ന ഹിന്നോം താഴ്വരയിൽ ആ അസ്ഥി പഞ്ചരത്തെ വലിച്ചെറിഞ്ഞ് ആ അസ്ഥിയെ കത്തിക്കും. ഇന്ന് രാത്രി മനസ്സിലാക്കണം, പേഴ്സണലൈസ് ചെയ്ത് വ്യക്തിപരമായി തീരുമാനിക്ക്. നിന്നെ നാറ്റക്കേസാക്കാൻ, നിന്നെ തകർക്കാൻ പാതാളം ശ്രമിക്കുന്നു. എന്നെ നാറ്റക്കേസാക്കാൻ, ജീവിതങ്ങളെ നാറ്റക്കേസാക്കാൻ, നാറിപ്പിപ്പാൻ അതേ സാത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അതിന്റെ നടുവിൽ പിശാചിന്റെ പദ്ധതികളെ ക്യാൻസൽ ചെയ്യുവാൻ, ശത്രുവിന്റെ പദ്ധതികളെ ക്യാൻസൽ ചെയ്യുവാൻ അതേ ചില രഹസ്യ ശിഷ്യന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. മനസ്സിലാക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ച്
പരസ്യ ശിഷ്യന്മാർ പതറിപ്പോയ സ്ഥാനത്ത്, പരസ്യ ശിഷ്യന്മാർ ചിതറിപ്പോയ സ്ഥാനത്ത് ആ ബോഡിയെ ടേക്ക് കെയർ ചെയ്യാൻ, ആ ശരീരത്തെ കെയർ ചെയ്യാൻ, ആ ശരീരത്തെ കെയർ ചെയ്യാൻ, ആ ശരീരത്തെ കെയർ ചെയ്യാൻ രണ്ടുപേരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പന്തല് ചോദിക്കുന്ന ആവശ്യമുണ്ട്. ആ രണ്ടുപേരെ എനിക്ക് ആവശ്യമുണ്ട്. ഈ ബോഡിയെ യൂസ് ചെയ്യുന്നവരെ അല്ല എനിക്ക് വേണ്ടിയത്. ഒരിക്കൽ കൂടെ, ഈ ശരീരത്തെ യൂസ് ചെയ്യുന്നവരെ അല്ല എനിക്ക് വേണ്ടിയത്. ഈ ബോഡിയെ കെയർ ചെയ്യുന്നവരെ എനിക്ക് വേണം. ക്രിസ്തു ശരീരത്തെ ഉപയോഗിക്കുന്നവരെ അല്ല കർത്താവിന് വേണ്ടിയത്. കാരണം സഭ എന്ന് പറയുന്നത് വൈപ്പാട്ടിയല്ല, സഭ എന്ന് പറയുന്നത് മണവാട്ടിയാണ്. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് വൈപ്പാട്ടിയല്ല, സഭ എന്ന് പറയുന്നത് മണവാട്ടിയാണ്. അടുത്ത മീറ്റിങ്ങിന് നിങ്ങൾ എന്നെ വിളിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരിക്കൽ കൂടെ പറയാം, സഭ എന്ന് പറയുന്നത് വൈപ്പാട്ടിയല്ല, സഭ എന്ന് പറയുന്നത് മണവാട്ടിയാണ്. ചർച്ചിനെ നീ പേരിന് വേണ്ടി ഉപയോഗിക്കല്ലേ, ചർച്ചിനെ നീ പ്രസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കല്ലേ, ചർച്ചിനെ നീ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഉപയോഗിക്കല്ലേ, ചർച്ചിനെ നീ പണത്തിന് വേണ്ടി ഉപയോഗിക്കല്ലേ. കാരണം ചർച്ച് വൈപ്പാട്ടിയല്ല, ചർച്ച് മണവാട്ടിയത്രേ. ചർച്ചിനെ, സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി അവന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യുവാൻ, ഇതിനെ നാറ്റിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന സ്ഥാനത്ത് ഇതിനെ കെയർ ചെയ്യുവാൻ ദൈവത്തിന്റെ ജനം എഴുന്നേൽപ്പിക്കട്ടെ. യെസ്, കെയർ ചെയ്യുവാൻ, ഇതിനെ ടേക്ക് കെയർ ചെയ്യാൻ, ഇതിനെ സംരക്ഷിപ്പാൻ. ദേവദാസം ഒരു മിനിറ്റ് വാ. നിങ്ങൾ സ്തോത്രം ആരെന്ന് എനിക്കറിയത്തില്ല, എന്തെന്നറിയത്തില്ല, പക്ഷെ ഒരു നിയോഗത്തിലെ ഞാൻ മുന്നോട്ട് വിളിക്കുന്നത്. സ്തോത്രം. അതെ, നിക്കോദിമോസും അരമത്തിലെ യോസെഫ്, നിക്കോദിമോസും അരമത്തിലെ യോസെഫ് അവർ പറഞ്ഞു, സ്തോത്രം. അതെ, നമുക്കറിയാം, സമൂഹത്തിന് അറിയത്തില്ല, സംഘത്തിന് അറിയത്തില്ല, പക്ഷെ നമുക്കറിയാം യവൻ മെസ്സിഹയാണ്. നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് വെളിപ്പാടിലാണ് അറിയാമെന്നുള്ളത്. ഇന്ന് രാത്രിയിലും ദൈവകൃപ തിരിച്ചറിയണം. ഇതൊരു ഉണർവിൻ്റെ കാലഘട്ടമാണ്, ഇതൊരു ഇവാഞ്ചലിസത്തിൻ്റെ കാലഘട്ടം. എവിടെയാണോ എരിഹോവിൻ്റെ മതിൽ അധികം അടച്ചു ഉറപ്പാക്കുന്നത്, എപ്പോഴാണോ അവന്മാർ അതേ മതിലുകളെ അധികം അടച്ചു ഉറപ്പാക്കുന്നത്, ഉടനെ സ്തോത്രം പറഞ്ഞോളണം, അത് വീഴേണ്ട നേരമായി, അത് വീഴേണ്ട നേരമായി. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ നിങ്ങളത് കാണാൻ വേണ്ടി പോവാണ്. അത് വീഴേണ്ട നേരമായി. അതുകൊണ്ട് സ്തോത്രം. രണ്ടുപേരും ഡിവൈൻ കണക്ഷനിൽ നിന്നിട്ട് പറഞ്ഞു, ഓഹോ സ്തോത്രം. അതെ, നമ്മൾ ഈ ബോഡിയെ കെയർ ചെയ്യണം, നമ്മൾ ഈ ശരീരത്തെ കെയർ ചെയ്യണം. അപ്പോൾ നിക്കോദിമോസിനോട് അരിമത്തിലെ യോസേഫ് ചോദിച്ചു, അതിന് നിൻ്റെ പക്കൽ എന്തുണ്ട്? ഈ ബോഡിയെ കെയർ ചെയ്യാൻ നിൻ്റെ പക്കൽ എന്തുണ്ട്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പക്കൽ. അരിമത്തിലെ യോസേഫ് പറയുക, എൻ്റെ പക്കൽ നമ്മുടെ ഒരു ഫാമിലി കല്ലറയുണ്ട്, ഞങ്ങളുടെ ഒരു കുടുംബ കല്ലറയുണ്ട്, അതിൻ്റെ പണി ഇങ്ങനെ പുരോഗമിക്കുക. ഈ അടുത്ത സമയത്ത്, ഈ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പണി തീരും. എൻ്റെ ഭാര്യ യോബിൻ്റെ ഭാര്യയുടെ ഒരു വകയിൽപ്പെട്ടവളാണ്, പക്ഷേ എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സ്തോത്രം. അവൾ കമോൺ, ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. സ്തോത്രം. അതെ, പക്ഷേ ഞങ്ങളുടെ കുടുംബ കല്ലറ അതെ പണി പുരോഗമിക്കുകയാണ്. അപ്പോൾ കല്ലറയുടെ കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ സ്തോത്രം. അരിമത്തിലെ ഈ യോസെഫ് ചോദിച്ചു, നിക്കോണൻ എന്തായിരിക്കും, നിക്കോദിമോസ് നീ എന്തായിരിക്കും ചെയ്തത്? കല്ലറയുടെ കാര്യം നീ ഏറ്റെങ്കിൽ സുഗന്ധവർഗത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റു. കല്ലറയുടെ കാര്യം നീ ഏറ്റെങ്കിൽ സുഗന്ധവർഗത്തിൻ്റെ കാര്യം നീ ഏറ്റു. എൻ്റെ പേരാണ് കണക്ഷൻ എന്ന് പറയുന്നത്. ശബ്ദമുയർത്തി, കണക്ഷൻ. ഇനി മേലാൽ നിൻ്റെ വീട്ടിൽ നടക്കുന്ന സകല കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണക്ഷനാണ്. അല്ല www.matrimony.com അല്ല കൊണ്ടുവരുന്നത്. യഹോവ ഇരേ എന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദിവ്യമായ കണക്ഷനായിരിക്കും നിന്നിലും നിൻ്റെ തലമുറയിലും വെളിപ്പെടുന്നത്. സ്തോത്രം. നിക്കോദിമോസ് പറഞ്ഞു, നിനക്ക് കല്ലറയുണ്ട്, എനിക്ക് സുഗന്ധവർഗമുണ്ട്. ഓ, നിനക്ക് കല്ലറയുണ്ട്, എനിക്ക് സുഗന്ധവർഗമുണ്ട്. എനിക്കുള്ളത് നിനക്കില്ല, നിനക്കുള്ളത് എനിക്കില്ല. ഒരിക്കൽ കൂടെ, എനിക്കുള്ളത് നിനക്കില്ല, നിനക്കില്ലാത്തത് എനിക്കുണ്ട്. നിനക്കില്ലാത്തത് എനിക്കുണ്ട്. ധൈര്യമായിരിക്കെ, നിനക്കില്ലാത്തത് എനിക്കുണ്ട്, പക്ഷെ എനിക്കില്ലാത്തത് നിനക്കുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവുണ്ട്.
ഹല്ലേലൂയ. എല്ലാ ഗ്രൂപ്പിസത്തെ യേശുവിന്റെ നാമത്തിൽ പൊളിച്ചു കളയുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒരുമിച്ച് നിൽക്ക് ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. നിനക്കില്ലാത്തത് എനിക്കുണ്ട്, നിനക്കില്ലാത്തത് എനിക്കുണ്ട്, എനിക്കില്ലാത്തത് നിനക്കുണ്ട്. ഒരുമിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ തിരുവനന്തപുരം പട്ടണത്തിൽ വലിയ മഹത്വമുണ്ട്. കേരളത്തിൽ വലിയ മഹത്വമുണ്ട്, വലിയ മഹത്വമുണ്ട്, വലിയ മഹത്വമുണ്ട്, വലിയ മഹത്വമുണ്ട്. നിക്കോദിമോസ് പറഞ്ഞു, പഴയ നിയമത്തിൽ ഏറ്റവും വലിയ അടക്കമെന്ന് പറയുന്ന യഹോശാഫാത്ത് രാജാവ് തൻ്റെ പിതാവായ ആസയ്ക്ക് കൊടുത്ത അടക്കമാണ് ഏറ്റവും വലിയ അടക്കം. സ്തോത്രം. ഒരിക്കൽ കൂടെ പഴയ നിയമത്തിൽ അത് യഹോശാഫാത്ത് രാജാവ് ആസയ്ക്ക് കൊടുത്ത മഹത്വമാണ്, അടക്കമാണ് ഏറ്റവും വലിയ മഹത്വം. ഈ ആസയ്ക്ക് കിട്ടാത്ത വലിയ അടക്കമായിരിക്കണം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത്. ആസയ്ക്ക് കിട്ടാത്ത അടക്കമായിരിക്കണം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുക. എടാ, കർത്താവിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ വല്ലവനും ചെയ്തതിൻ്റെ കോപ്പി അടിച്ചല്ല ചെയ്യേണ്ടത്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്തത് ദൈവത്തിന് വേണ്ടി ചെയ്. 30 ഗ്രാം സുഗന്ധവർഗം അല്ല പുള്ളി കൊണ്ടുവന്നത് സാറേ, 33 കിലോഗ്രാം സുഗന്ധവർഗ, 100 റാത്തൽ, 33 കിലോഗ്രാം സുഗന്ധവർഗ. ഈ സ്തോത്രം നിക്കോദിമോസ് കൊണ്ടുവന്നത്. നിനക്ക് കല്ലറിയുണ്ട്, എനിക്ക് സുഗന്ധവർഗമുണ്ട്. എനിക്കില്ലാത്തത് നിനക്കുണ്ട്, നിനക്കില്ലാത്തത് എനിക്കുണ്ട്. പ്രസംഗം കഴിഞ്ഞു. ഇനി നിങ്ങളായി പരിശുദ്ധാത്മാവായി. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കോ, എഴുന്നേറ്റ് നിന്ന് ആരാധിക്കോ, എഴുന്നേറ്റ് നിന്ന് ആരാധിക്കോ. കൊയർ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുമോ? എഴുന്നേറ്റ് നിന്ന് ആരാധിക്കോ, എഴുന്നേറ്റ് നിന്ന് ആരാധിക്കോ. താങ്ക് യു ജീസസ്. ജീവനും എൻ്റെ സർവസവും നീ മുൻപിൽ അടച്ചു കുമ്പിടുന്നു. സർവസ്വവും മുൻപിലടച്ചു കുമ്പിടുന്നു. ഒത്തിരി എണ്ണം നാറി തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ, ഒത്തിരി എണ്ണം നാറ്റ കേസായി തീരുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ ഒരു സുഗന്ധമാക്കണമേ എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. എന്നെ ഒരു സുഗന്ധമാക്കണമേ എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്ത്, കരങ്ങളെ ഉയർത്ത്. ആ കരങ്ങളെ ഉയർത്തി, ആ കരങ്ങൾ ഉയർത്തി. ഒരു വ്യക്തി പോലും അവിടെ നിൽക്കരുത്. വേഗത്തിൽ മുന്നിൽ വന്നേ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും മുന്നിൽ വന്നേ. വരിക മക്കളെ, എല്ലാവരും ഫ്രണ്ടിൽ വാ. എല്ലാവരും എന്നെ ഒരു സുഗന്ധമാക്കണമേ. വരിക 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 വരിക. ഓടി വന്നേ, ഓടി വന്നേ, ഓടി വന്നേ, ഓടി വന്നേ, ഓടി വന്നേ. എന്നെ ഒരു സുഗന്ധമാക്കണമെന്ന് പറയുന്ന ആരും പിന്നോട്ട് പോകരുത്. എത്രത്തോളം ദൈവദാസന്മാർ, ദൈവദാസിമാർ, ഡീക്കന്മാർ, കമ്മിറ്റി മെമ്പേഴ്സ്, സൺഡേ സ്കൂൾ അധ്യാപകർ, CA മെമ്പേഴ്സ്, വരിക 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 മുന്നിലേക്ക്. എല്ലാവരും മുന്നിൽ വന്നേ. മറ്റ് സഭകളിൽ നിന്ന് വന്നവരായിരിക്കാം. ഡെസിൻ മാറ്റർ, വരിക മുന്നിലേക്ക്. മുൻപിലടച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ. ഈ ജനത്തിന്റെ പിൻപിൽ വന്നെന്ന് പ്രാർത്ഥിക്കുമോ? ഈ ആൾക്കാരുടെ ഈ മുന്നിൽ വന്നവരുടെ പിൻപിൽ വന്നെന്ന് പ്രാർത്ഥിക്കുമോ? എല്ലാവരും മുന്നിൽ വന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു.
ജീവാനുമെന്തേ സർവസ്വവും. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് മുൻപിലാണ് എന്നെ ഒരു സുഗന്ധമാക്കണമേ. നിക്കോദീമോസ് സുഗന്ധം ചുമന്നതുപോലെ ഞാൻ അങ്ങേക്കായി ഒരു സുഗന്ധമായി ജീവിക്കട്ടെ. എന്റെ ജീവിതം അങ്ങയുടെ മുൻപിൽ ഒരു സുഗന്ധമാകട്ടെ. എന്റെ ജീവിതം അങ്ങയുടെ മുൻപിൽ സുഗന്ധമാകട്ടെ. എന്റെ ജീവിതം അങ്ങയുടെ മുൻപിൽ സുഗന്ധമാകട്ടെ. യെസ്, വായു തുറന്ന് പ്രാർത്ഥിക്കും, വായു തുറന്ന് പ്രാർത്ഥിക്കും. എന്റെ ജീവിതം അങ്ങയുടെ മുൻപിൽ സുഗന്ധമാകട്ടെ. കേസാകുന്ന നാറുവാൻ പിശാച് കൊണ്ടുവരുന്ന സകല പരിപാടികൾ, സകല ബന്ധങ്ങൾ സകലതിനെ അറുത്തു മാറ്റി പ്രാർത്ഥിക്കുക. തീരുമാനിക്ക. വേണ്ട. ദൈവനാമത്തെ പങ്കിലപ്പെടുത്തുന്ന, ദൈവം ആ നാമത്തെ അപമാനപ്പെടുത്തുന്ന ഒന്നും എന്നിൽ ഉണ്ടാകാൻ പാടില്ല. വായു തുറന്ന് പിന്നിൽ നിൽക്കുന്ന എല്ലാവരും സമർപ്പണത്തോടെ ഈ ആരംഭ രാത്രി സമർപ്പണത്തോടെ, വലിയ സമർപ്പണത്തോടെ, ഞാൻ നാറ്റ കേസല്ല, ഞാൻ സുഗന്ധമാണ്. Let me carry the anointing of Christ. I'm a secret disciple. Let me carry the aroma of Christ wherever I go. I don't want to stink in my life. I don't want to be a stinking testimony, stinking ministry. But even though I'm going to become the broken bottle, doesn't matter. When my alabaster bottle being broken, the aroma let it spread. The aroma let it fill in that room. ഹല്ലേലൂയ. ഞാൻ എവിടെ പോയാലും ഞാൻ സുഗന്ധമായിരിക്കണം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ചിലപ്പോൾ ഉടഞ്ഞ ഒരു പാത്രം പോലെ ആയിത്തീരും, ഉടഞ്ഞ ഒരു വെൺകൽ ഭരണി പോലെയാകും, ഉടഞ്ഞ ഒരു വെൺകൽ ഭരണിയാകും. പക്ഷെ എന്നിൽ നിന്ന് ഉടഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്നിൽ നിന്ന് പുറപ്പെടുന്നത് നാറ്റമല്ലേ അല്ല, എന്നിൽ നിന്ന് വെളിപ്പെടുന്നത് സുഗന്ധമാണ്. വായു തുറന്ന് പ്രാർത്ഥിക്കും. എല്ലാ സഹോദരി സഹോദരന്മാർ കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ വിലയേറിയ പദ്ധതി ഈ ജനത്തിന്മേൽ വെളിപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ മഹത്വത്താൽ ഇവരുടെ ജീവിതം പൊതിയപ്പെടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ റോങ് അസോസിയേഷൻസ് പൊട്ടിമാറട്ടെ. എല്ലാ റോങ് അസോസിയേഷൻ, എല്ലാ തെറ്റായ ബന്ധങ്ങൾ തകർക്കപ്പെട്ടിട്ട് ശരിയായ ബന്ധങ്ങളിലേക്ക് അവരുടെ ജീവിതത്തെ നയിച്ചാട്. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി അവരുടെ ജീവിതത്തെ അവിടെ നിന്ന് ഒരുക്കിയാട്. ഓ, വായ്കളെ തുറന്ന് അന്യഭാഷ പറയേണ്ടവർ ശബ്ദം ഉയർത്തി അന്യഭാഷ പറഞ്ഞ്. വായ്കളെ തുറന്ന് ശബ്ദം ഉയർത്തി അന്യഭാഷ പറയേണ്ടവർ അന്യഭാഷ പറഞ്ഞ്. യെസ്, പാടേണ്ടവർ പാട്, സ്തുതിക്കേണ്ടവർ സ്തുതിക്ക്. യെസ്, നാറ്റമല്ല, സുഗന്ധം. കൃപയിൽ ജ്വലിച്ച് നിൽക്ക്. കൃപാവരങ്ങളെ ഏറ്റെടുത്ത് നിൽക്ക്. കൃപയിൽ ജ്വലിച്ച് നിൽക്ക്. കൃപാവരങ്ങളെ ഏറ്റെടുത്ത് നിൽക്ക്. വായു തുറന്ന്. യെസ്. പിന്നിൽ നിൽക്കുന്നവർ അന്യഭാഷ പറയുന്ന ഒച്ച മുന്നിൽ കേൾക്കട്ടെ. മുന്നിൽ നിൽക്കുന്നവർ അന്യഭാഷ പറയുന്ന ഒച്ച പിന്നിൽ കേൾക്കട്ടെ. യെസ്, നഷ്ടപ്പെട്ട അണഞ്ഞുപോയ ജ്വലനം തിരികെ വരുന്നു. നഷ്ടപ്പെട്ട പ്രാർത്ഥന തിരികെ വരുന്നു. നഷ്ടപ്പെട്ട പ്രവചനം തിരികെ വരുന്നു. മങ്ങിയത് ആളിക്കത്തുന്നു. മങ്ങിയത് ഇന്ന് രാത്രി ആളിക്കത്തുന്നു. Take it. മങ്ങിയത് ഇന്ന് രാത്രി ആളിക്കത്തുന്നു. Take it. Fire. പരിശുദ്ധാത്മാവിന്റെ തീ വിശ്വസിക്കുന്ന ജനത്തിന്മേൽ ആടി പടരുകയാണ്. വായു തുറന്ന് അന്യഭാഷ പറഞ്ഞേ. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം.
ദൈവം അതിനെ നിറയ്ക്കുന്നു. നിന്റെ വായ്പ സ്ഥാനത്തിൽ തുറക്കാം. ദൈവം അതിനെ നിറയ്ക്കുന്നു. കരങ്ങൾ അടിക്കുന്നവരെ ശക്തിയോടെ കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിക്കുന്നവരെ ശക്തിയോടെ കരങ്ങൾ അടിച്ച്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബലഹീനതകൾ വിട്ടുപോകുന്നു. യെസ്, വിടുതലുകൾ, വിടുതലുകൾ സംഭവിക്കുന്നു, വിടുതലുകൾ സംഭവിക്കുന്നു, വിടുതലുകൾ സംഭവിക്കുന്നു. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മറയുന്നു. രോഗക്കട്ടുകൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നു. ഉച്ചം തല മുതൽ പാദം വരെ കർത്താവിന്റെ സൗഖ്യം, കർത്താവിന്റെ സൗഖ്യം വിശ്വസിക്കുന്ന ജനത്തിന്മേൽ യേശു കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് കരങ്ങളെ മാർവോട് ചേർത്ത് വെച്ച് പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്ന് ഒരു പുതിയ തീരുമാനത്തോടെ, പുതിയ സമർപ്പണത്തോടെ നമുക്ക് പിരിയാം. രണ്ടുപേർ പറഞ്ഞു. യെശയ്യാപ്രവചനം 53:9 അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് ഒരുപക്ഷെ നമ്മളെ കുറിച്ചായിരിക്കാം. മരണത്തിൽ അവൻ തന്റെ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കും. അവർ പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ ആ പദ്ധതിക്കായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ പദ്ധതിക്കായി ഞങ്ങളെ ഉപയോഗിക്കണമേ. കണ്ണുനീരോട് ചോദിച്ചേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ പദ്ധതിക്കായി ഉപയോഗിക്കണമേ. ആരെ കണ്ണ് തുറന്നു നോക്കല്ലേ, കണ്ണുനീരോട് കരയാനറിയാം. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങയുടെ പദ്ധതിക്കായി ഞങ്ങളെ ഉപയോഗിക്കണമേ. അങ്ങയുടെ പദ്ധതിക്കായി ഞങ്ങൾ ഉപയോഗിക്കണം. മേ ബി ഞങ്ങൾ ടീച്ചർ, മേ ബി ഞങ്ങൾ എൻജിനീയർ, മേ ബി ഞങ്ങൾ ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷൻ. പക്ഷേ അതേസമയത്ത് അങ്ങയുടെ പദ്ധതിക്കായി ടു ടേക്ക് കെയർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഞങ്ങൾ ഉപയോഗിക്കണമേ. ക്രിസ്തു ശരീരത്തെ ഏറ്റെടുക്കാൻ, ക്രിസ്തു ശരീരത്തെ അത് ബലപ്പെടുത്താൻ, ക്രിസ്തു ശരീരത്തെ ശുശ്രൂഷിക്കാൻ, അത് നാറിപ്പോകാതെ അത് നർമ്മണത്താൽ നിറയ്ക്കാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. എല്ലാ CM മെമ്പേഴ്സ്, എല്ലാ യങ്സ്റ്റേഴ്സ് ദൈവത്തിന് തീരുമാനിച്ചേ, എൻ്റെ പദവി എന്താണെങ്കിലും മറുവശത്ത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഞാൻ കെയർ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനായിരിക്കും, ശുശ്രൂഷകയായിരിക്കും. എന്നെ അവിടെ നിന്ന് ഉപയോഗിക്കുമെന്ന് പറയുന്നവർ ദയവായി നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയാണ്. കുഞ്ഞുങ്ങളെന്തി യെസ്, എന്നെ നീ ഉപയോഗിക്കണമേ എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയേ. 30 സെക്കൻഡ് നന്നായി കരങ്ങളെ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. മക്കളെ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണം. മിഷണർമാർ ഈ കൂട്ടത്തിലുണ്ട്, അപ്പോസ്തലന്മാർ ഈ കൂട്ടത്തിലുണ്ട്, പ്രവാചകന്മാർ ഈ കൂട്ടത്തിലുണ്ട്. ഈ കാലഘട്ടത്തിന്റെ എസ്തേർമാർ ഇവിടെയുണ്ട്, ഡാനിയൽമാർ ഇവിടെയുണ്ട്. ഈ കാലഘട്ടത്തിന്റെ എസ്രാമാർ ഇവിടെയുണ്ട്. ഈ കാലഘട്ടത്തിന്റെ നെഹമ്യാമാർ എന്നെ കേൾക്കുന്നു. കണ്ണടച്ച് പ്രാർത്ഥിക്കുമനെ. ടു ടേക്ക് കെയർ ഓഫ് ബോഡി. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ കരങ്ങളെ ഉയർത്തിയിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
ഉപയോഗിക്കും. അവരുടെ മാതാപിതാക്കൾ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ അവരിലൂടെ സംഭവിക്കട്ടെ. അവിടെ മാതാപിതാക്കൾ ചിന്തിപ്പാൻ കഴിയാത്ത വിധത്തിൽ നീ അവരെ ഉപയോഗിച്ചാൽ കർത്താവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുത അനുഗ്രഹ വിഷയമാക്കും. ദൈവകൃപയിൽ പുതിയ നടത്തും യേശുവിൻ നാമത്തിൽ തന്നെ. നോക്കിയ 2000 വർഷങ്ങൾക്ക് മുമ്പ് അരിമത്തയിലെ യോസെഫിന്റെ കല്ലറയിൽ അന്ന് നടന്ന ആ അടക്കാരാധന പഴയ നിയമത്തിലെ യഹോശാഫാത്തിന്റെ അപ്പൻ ആസാക്ക് കിട്ടാത്ത അടക്കമായിരുന്നു യേശുവിന് കിട്ടിയത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, മേ ബി അന്ന് രാത്രി ആ അടക്കം കഴിഞ്ഞിട്ട് അരിമത്തയിലെ യോസെഫ് വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു കാണും, പിന്നെ പിന്നെ ആ ഗുരുവിനെ നമ്മൾ അത്രയും വിലയേറിയ കല്ലറ കൊടുക്കണമായിരുന്നോ? അരിമത്തയിലെ യോസെഫ് ഒരുപക്ഷെ തിരിച്ച് ഇങ്ങനെ പറഞ്ഞു കാണാം, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നത്. അവൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 ദിവസം കഴിയുമ്പോൾ ആ കല്ലറ തിരിച്ചു തരുമെന്നാണ്. അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3 ദിവസം കഴിയുമ്പോൾ ആ കല്ലറ 3 ദിവസം കഴിയുമ്പോൾ ആ കല്ലറ തിരിച്ചു തരുമെന്നാണ്. മനുഷ്യ ചരിത്രത്തിൽ മനുകുലത്തിൽ കല്ലറ തിരികെ കൊടുത്ത ഒരാളേ ഉള്ളൂ, കർത്താവ് യേശു മാത്രം. യേശു കർത്താവ് ആ കല്ലറ തിരികെ കൊടുത്തപ്പോൾ അത് ഏറ്റവും ഡിമാൻഡുള്ള കല്ലറയായി തീർന്നു. ഞാൻ അവസാനം പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം. സഭാചരിത്രം പറയുന്നു, ഗമാലിയേൽ ദൈവസഭയിൽ കടന്നു വന്നു. കാരണം ആരും ഇമ്പാക്ട് ചെയ്യുവാൻ കർത്താവിന് കഴിയും. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സ്തോത്രം അരിമത്തയിലെ യോസെഫ്, നിക്കോദീമോസ് അവരും ദൈവത്തിന്റെ സഭയിൽ കടന്നു വന്നു. പത്രോസിന്റെ യോഹന്നാന്റെ കീഴിൽ അവർ സ്നാനപ്പെട്ടു. കൂടെ ഇവർ പറയുമായിരുന്നു, ഏറ്റവും നല്ല അടക്കം ഞങ്ങൾ യേശുവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഒരിക്കൽ കൂടെ നിങ്ങൾ മിണ്ടുന്നില്ല. ഏറ്റവും നല്ല അടക്കം ഞങ്ങൾ യേശുവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അടക്കുമ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലായി ഒന്നും നിങ്ങൾ ചെയ്യല്ലേ. പകരം എങ്ങനെയാ ചെയ്യേണ്ടത്? എങ്ങനെയാണോ സ്തേഫാനോസിനെ അടക്കിയത് അതുപോലെ ആയിരിക്കണം ഞങ്ങളെ അടക്കേണ്ടത്. എങ്ങനെ അടക്കുന്നു എന്നതല്ല വിഷയം, എങ്ങനെ ഉയർക്കുന്നു എന്നതാണ് വിഷയം. സ്തോത്രം പറ. മനസ്സിലാകുന്ന ആമേൻ പറഞ്ഞ്. എങ്ങനെ അടക്കപ്പെടുന്നു എന്നതല്ല വിഷയം, എങ്ങനെ ഉയർക്കുന്നു എന്നതാത്രേ. ആ ബോഡി, യേശുവിന്റെ ശരീരം 2 ആഴ്ച ക്രൂശിൽ കിടന്ന് ക്രൂശിലിരുന്ന നാറി തകർന്ന് അവസാന അസ്ഥി പഞ്ചരം ഹിന്നവും താഴ്വരയിലേക്ക് വലിച്ച് ഏറിയപ്പെടേണ്ട അവസ്ഥ വരുമെന്ന് സാത്താൻ പദ്ധതിയിട്ടപ്പോൾ 2 രഹസ്യ ശിഷ്യന്മാർ, അവർക്ക് പ്ലാറ്റ്ഫോം ഇല്ല, അവർ പ്രസിദ്ധരല്ല, രഹസ്യ ശിഷ്യന്മാർ. വായു തുറന്ന് പറഞ്ഞ ആരാണ്? ഒരിക്കൽ കൂടെ നന്നായി കേൾക്കട്ടെ. രഹസ്യ ശിഷ്യന്മാർ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചതുപോലെ ഈ തലമുറയിൽ ക്രിസ്തു ശരീരത്തെ കെയർ ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കുമാറാകട്ടെ. അടുത്ത ദിവസങ്ങൾ ഒറ്റയ്ക്ക് വരല് 10 പേരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. പ്രാർത്ഥിച്ച് ആശീർവാദ ശേഷം മാത്രം പിരിക. അടുത്ത ദിവസം എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരിക. ഇതൊരു തുടക്കം മാത്രമാണ്. വലിയവ ദൈവം നിങ്ങൾക്കായി ചെയ്യും. ആമേൻ.